പരിപാടി ആരംഭിക്കാൻ പോവുകയാണ്. ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിക്കാൻ സെന്ററിന്റെ സെക്രട്ടറി അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ ക്ഷണിച്ചു. മലയാള നാടകവേദിക്ക് മലയാള തനിമയുടെ ശേഷിപ്പുകൾ നൽകിയ മുരളിയുടെ ഓർമ്മയ്ക്കായി കൊട്ടാരക്കര കേന്ദ്രമായി രൂപീകരിച്ച ഒരു സംഘടനയാണ് പരപ്പള്ളി കൾച്ചർ സെന്റർ. അതിന്റെ ഈ 3ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്ന ഈ അവസരത്തിൽ ഈ സംഘടന കൊട്ടാരക്കരയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും തന്നെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നാടക സിനിമ വേദികളിലും അതുപോലെ തന്നെ കലാ സാംസ്കാരിക സംഘടനകളിലും തനതായ മുദ്ര അവതരിപ്പിച്ചിട്ടുള്ള ഒരു സംഘടനയാണ് പരപ്പള്ളി കൾച്ചർ സെന്റർ. ആദ്യമായി എനിക്ക് സ്വാഗതം പറയാനുള്ളത് ഞങ്ങളുടെ ഇതിന്റെ അധ്യക്ഷനായിട്ടുള്ള ശ്രീ പള്ളിശ്ശേരി അവർകളെയാണ്. അദ്ദേഹം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഈ സംഘടന പരപ്പള്ളി കൾച്ചർ സെന്ററിന്റെ ചെയർമാനും അതുപോലെ ഞങ്ങളുടെ സംഘടനയുടെ നെടുന്തൂണുമായ ശ്രീ പള്ളിശ്ശേരി അവർകളെ പരപ്പള്ളി കൾച്ചർ സെന്ററിന്റെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ ആദ്യമായി ആർദ്രമായി സ്വാഗതം ചെയ്തു. അടുത്തായി സ്വാഗതിച്ചുള്ളത് ശ്രീ സോഹൻ റോയിയാണ്. ഏറെ വിവാദം സൃഷ്ടിച്ച ഡാം എന്ന് പറയുന്ന ആ സിനിമ ഓസ്കാർ നോമിനേഷൻ നേടിയ സിനിമയായ ഡാം 99ന്റെ സംവിധായകനും തിരക്കഥാകൃത്തുമായ ശ്രീ സോഹൻ റോയ്. ഇന്ന് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ പ്രശ്നം ഇത്രയും കൂടുതൽ ചർച്ചാ വിഷയമാകാൻ കാരണമെന്ന് പറയുന്നത് ഡാം 999 എന്ന് പറയുന്ന ആ 3D സിനിമ കാരണമാണ്. അദ്ദേഹത്തെ പരപ്പള്ളി കൾച്ചർ സെന്ററിന്റെ പേരിലും കൊല്ലം ജില്ലയിലെ പൗരാവലിയുടെ പേരിലും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളും. അങ്ങനെ ഞങ്ങളെ സഹായിച്ച എല്ലാവരെയും തന്നെ പരപ്പള്ളി കൾച്ചർ സെന്ററിന്റെ പേരിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നന്ദി, നമസ്കാരം. മിസ്റ്റർ സോഹൻ റോയ് ഒരു നല്ല സിനിമ എടുത്തു. ഈ സിനിമയെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസവും ഉണ്ടായിരിക്കാം. പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സ് ഒരു ഇന്റർനാഷണൽ ഫിലിമാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. ആ സിനിമ പ്രദർശിപ്പിക്കുകയും കാണാൻ ജനങ്ങൾ തയ്യാറാവുകയും ചെയ്തിട്ട് കൂടി പലരും ആ സിനിമയെ തടയാനാണ് ശ്രമിച്ചതെന്ന് ആലോചിക്കണം. ഈ സിനിമ മുല്ലപ്പെരിയാർ ഡാമുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു നല്ല സിനിമയാണെന്നുള്ളതാണ് സത്യം. അതേസമയം സോഹൻ റോയ് ഒരു ഡോക്യുമെന്ററി എടുത്തിട്ടുണ്ട് മുല്ലപ്പെരിയാറിനെ കുറിച്ച്. അത് ഇത്തിരി വിവാദമാണ്. പക്ഷെ അതാരും ചൂണ്ടിക്കാണിച്ചിട്ടില്ല. അതിനാസ്പദമാക്കി ഒരു സമരം നടത്തിയിട്ടില്ല തമിഴ്നാട്ടുകാരെന്ന് ആലോചിക്കണം. ഇത് വെറുതെ കൊട്ടിഘോഷിക്കപ്പെട്ട പോലെ ഒരു സമരം കൊണ്ടുവരുന്നതാണ്. അത് നമ്മളിൽ പലരും തമിഴ്നാട്ടുകാർക്ക് അകമ്പടി സേവിച്ചു എന്ന സത്യം നമ്മൾ ഓർമ്മയിൽ സൂക്ഷിക്കേണ്ടതാണെന്ന് അറിയിക്കണം. ചരിത്രം നമ്മൾക്ക് മാപ്പ് ഒരിക്കലും നൽകുകയില്ല. അപ്പൊ അതുകൊണ്ട് സോഹൻ റോയ് തിരക്കിട്ട ഈ യാത്രക്കിടയിൽ ഞങ്ങൾ വിളിച്ചു. പക്ഷെ അദ്ദേഹത്തിന് സ്വീകരണമാണോ എന്താണെന്ന് വിളിച്ചപ്പോഴേക്കും അദ്ദേഹം വന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ വ്യക്തിബന്ധമാകാം, അല്ലെങ്കിൽ ഞങ്ങൾ പത്രവും എഴുത്തുകാരും തമ്മിലുള്ള സംവിധാനങ്ങൾ ബന്ധമാകാം. എന്തായാലും അദ്ദേഹം ഇവിടേക്ക് വന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധിക്കണം. കാരണം പ്രസംഗത്തിനേക്കാൾ ഉപരി അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ഇവിടെ പ്രസക്തിയുണ്ട്. അതിനാണ് ഈ കുട്ടികളടക്കം വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് വ്യക്തിപരമായും സംഘടന പേരെയും എല്ലാ രീതിയിലും സ്വാഗതം ആശംസിക്കുകയാണ് ചെയ്യുന്നത്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ബഹുമാനായ ആയിഷ പറ്റി MLA അവരെ ക്ഷണിച്ചു. ഇന്ന് മുരളി കൾച്ചറൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഇത്തരത്തിലൊരു സ്വീകരണ പരിപാടി അറേഞ്ച് ചെയ്തത് ഏറ്റവും നന്നായി എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ നാട്ടിലും നമ്മുടെ മുന്നിലുമുള്ള ആൾക്കാരാണ് ലോക ശ്രദ്ധയെ ആകർഷിക്കുന്ന തലത്തിൽ ഉയർന്നു വരുന്നതെന്ന് കേൾക്കുമ്പോൾ നമുക്കെല്ലാം അങ്ങേറ്റം സന്തോഷമാണ്. പുനലൂരിലുള്ള നമ്മുടെ ജില്ലയിലുള്ള ഒരാൾ ഡാം 999 ഒരു സിനിമ നിർമ്മിച്ചു. അതിനൊരു വലിയ വാർത്താ പ്രാധാന്യം ഉണ്ടായി. അതിന്റെ കാരണമൊക്കെ ഇവിടെ അധ്യക്ഷൻ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചു. മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട് അടുത്തിടെ ഉണ്ടായിട്ടുള്ള കുറെ കാലങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളും ഈ അടുത്തിടെ നിരവധി ഭൂചലനങ്ങൾ ഉണ്ടായപ്പോൾ ആ ഡാമിനുണ്ടാകുന്ന തകർച്ചയെ സംബന്ധിച്ചുള്ള വലിയ ആകാംക്ഷയും ആശങ്കയും ഒക്കെ സൃഷ്ടിച്ച ഒരു അവസരത്തിലാണ് ഇത്തരത്തിലൊരു സിനിമ. പണ്ട് എനിക്ക് തോന്നുന്ന 1975 ചൈനയിൽ ഉണ്ടായിട്ടുള്ള ഡാമിന്റെ അപകടത്തെ ആസ്പദമാക്കിയിട്ട് അദ്ദേഹം
നിർമ്മിച്ചിട്ടുള്ള ഒരു സിനിമയാണിത്. തമിഴ്നാട് അത് നിരോധിച്ചു. പക്ഷെ സുപ്രീം കോടതി അതിന്റെ കാരണം ചോദിച്ചിട്ടുണ്ട്. ശ്രീ സോഹൻ റോയി അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ. അദ്ദേഹത്തിന്റെ സിനിമ എല്ലായിടത്തേക്കും എത്തട്ടെ, എല്ലാവരും കാണാനിടയാകട്ടെ, എല്ലാ നിരോധനവും ഒഴിവായി കിട്ടട്ടെ, വലിയ പുരസ്കാരങ്ങൾ നേടിക്കൊണ്ട് കൂടുതൽ ഇനിയും വാർത്താ പ്രാധാന്യമുള്ള ജനങ്ങൾ ചിന്തിക്കുന്ന സിനിമകൾ ഇറക്കാനും നിർമ്മിക്കാനും അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഇത് സംഘടിപ്പിച്ച എല്ലാ സംഘാടകരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ പൊതുയോഗം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ എപ്പോഴും മാറ്റങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചിട്ടുള്ളത് കലാ സാംസ്കാരിക പ്രവർത്തകരാണ്. അതുകൊണ്ട് തന്നെയാണ് ഡാം 29 ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ആ പേരിട്ടതൊരു പക്ഷേ അദ്ദേഹത്തിന് അതൊരു തടസ്സമായോ എന്നെനിക്ക് സംശയമുണ്ട്. മുല്ലപ്പെരിയാർ വിഷയമല്ല അതിലടങ്ങിയിരിക്കുന്നത്. അതിൽ സ്നേഹത്തിന്റെ കഥയുണ്ട്, പ്രതിഷേധത്തിന്റെ കഥയുണ്ട്, നാട്ടിലെ ജനങ്ങളുടെ ജീവനുമായി ബന്ധപ്പെടുത്തിയ അംശമുണ്ട്, പലതുമുണ്ട്. പക്ഷേ മുല്ലപ്പെരിയാർ വിഷയം കത്തിജ്വലിച്ചു നിൽക്കുന്ന സമയത്താണ് ഡാം 29 റിലീസ് ചെയ്യുന്നത്. അതിൽ അദ്ദേഹം നിർമ്മാതാവും തിരക്കഥാകൃത്തും സംവിധാനവും എല്ലാം അദ്ദേഹമാണ് നിർവഹിച്ചിട്ടുള്ളത്. അത് പക്ഷേ റിലീസ് ചെയ്ത് 2-3 ദിവസം ഓടിയതിനു ശേഷം എല്ലാ ഭാഷയിലും ആ ചിത്രം നിർമ്മിച്ചിട്ടുണ്ട്. കേരളത്തിൽ 2-3 ദിവസം ഓടിക്കഴിഞ്ഞതിനു ശേഷം തമിഴ്നാടിന്റെ പ്രതിഷേധം മൂലം തമിഴ്നാടിൽ ആദ്യം നിരോധിച്ചു. കേരളത്തിൽ റിലീസ് ചെയ്തതിനു ശേഷം അത് പ്രദർശിപ്പിക്കാത്ത അവസ്ഥയുണ്ടാക്കി. മുല്ലപ്പെരിയാർ വിഷയം അല്ലെങ്കിൽ പോലും ഡാം 29 എന്ന പേരിട്ട് 999 വർഷത്തേക്കാണ് എഗ്രിമെന്റ്. നമുക്കറിയാം, അങ്ങനെ ഒരു എഗ്രിമെന്റ് തന്നെ അന്നുണ്ടാക്കിയ എഗ്രിമെന്റ് ആണ്. അതിന് ആ എഗ്രിമെന്റ് അങ്ങനെ ഉണ്ടാക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയം. അങ്ങനെ എഗ്രിമെന്റ് ഉണ്ടായി. അപ്പോൾ ഒരു ഡാം തകർന്നാൽ ഉണ്ടാകാൻ പോകുന്ന ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ശ്രീ സോഹൻ റോയി ആ ചിത്രമെടുത്തത്. ശരിക്കും അതൊന്ന് കണ്ടതിന് ശേഷം ആയിരുന്നെങ്കിൽ തമിഴ്നാട് ഒരു പക്ഷേ അവരുടെ ഈ ഇന്നത്തെ പ്രതിഷേധത്തിൽ പുറകോട്ട് പോയിരുന്നു. വളരെ വൈകാരികമായിട്ടാണ് അവർ എടുത്തിരിക്കുന്നത്. വൈകാരികമായി എടുത്തു എന്ന് മാത്രമല്ല, ഇന്ത്യൻ യൂണിയനിൽ നിന്ന് മാറിപ്പോകുന്ന നിലയിലേക്കാണ് അവർ എടുത്തിരിക്കുന്നത്. ഒരു സംസ്ഥാനം, തമിഴ്നാട് സംസ്ഥാനം, തമിഴ്നാട്ടിലെ ജനങ്ങളെയും കേരളത്തിലെ ജനങ്ങളെയും തമ്മിൽ അകൽച്ചയിലേക്ക് പോകുന്ന നിലയിലേക്കാണ് അവർ എടുത്തിരിക്കുന്നത്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് തന്നെ ഇപ്പൊ സോഹൻ റോയിയുടെ ആ ഡാം 29 എന്ന ഫിലിം തമിഴ്നാട് നിരോധിക്കുകയും കേരളത്തിൽ അത് റിലീസ് ചെയ്ത് 3 ദിവസത്തിന് ശേഷം അത് ബാൻ ചെയ്യുകയും ചെയ്തതിനു ശേഷം കേരളത്തിലെ ഒറ്റ സാംസ്കാരിക നായകന്മാർ അതിനെതിരെ പ്രതികരിച്ചോ എന്ന് എനിക്കറിയില്ല. കേരളത്തിലെ സിനിമാ നിർമ്മാതാക്കൾ, ഫിലിം ഡയറക്ടേഴ്സ്, അഭിനേതാക്കൾ, മറ്റു സാംസ്കാരിക നായകന്മാർ, കഥാകൃത്ത്, കവികളടങ്ങി നിരവധി ആളുകളുണ്ട്, രാഷ്ട്രീയക്കാർ അടക്കം. സോഹൻ റോയിയുടെ ആ ചിത്രം നിരോധിക്കാൻ പാടില്ല, കേരളത്തിൽ അത് കാണിക്കണമെന്ന് പറയാൻ ആരും ഇതുവരെ ആർജവം കാണിച്ചു എന്ന് ഞാൻ സംശയിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഡാം 29 ഓസ്കാർ നോമിനേഷനിലേക്ക് വന്നിരിക്കുകയാണ്. തീർച്ചയായും അദ്ദേഹം ഒരു കേരളത്തിലെ മാത്രമല്ല, ഇന്ത്യയിലെ മാത്രമല്ല, ലോകത്താകെയുള്ള ഡാമുകളെ സംബന്ധിച്ച്, തകർന്നാലുണ്ടാകുന്ന വിഷയത്തെ സംബന്ധിച്ചും അതിൽ തന്നെ കലാമൂല്യത്തോടുകൂടി സ്നേഹത്തിന്റെ കഥകൾ കൂടി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ ചിത്രം സംവിധാനം ചെയ്തിട്ടുള്ളത്, നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിന് തീർച്ചയായും അവാർഡ് കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. അവാർഡ് കിട്ടും എന്നുള്ളതിന് തർക്കമില്ല. കാരണം നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് മനുഷ്യരുണ്ട്, സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുന്നവരുണ്ട്, സ്വന്തം കാര്യം നോക്കുന്നവരുണ്ട്, സ്വന്തം കുടുംബത്തിന്റെ കാര്യങ്ങൾ മാത്രം നോക്കുന്നവരുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കോടിക്കണക്കിന് രൂപ സ്വന്തമായി തന്നെ തന്റെ ജീവിതത്തിന്റെ അധ്വാനത്തിന്റെ മിച്ചം കൊണ്ട് അല്ലെങ്കിൽ അധ്വാനത്തിൽ കൊണ്ട് ലഭിച്ച ആ പണം ഉപയോഗിച്ച് ലോകത്തിന്റെ ആകെ ശ്രദ്ധ നേടാൻ, ലോകത്തിലെ ജനങ്ങളെ ആകെ ബാധിക്കുന്ന പ്രശ്നം അതിൽ പരിഹാരം കണ്ടെത്താൻ വേണ്ടി ജനങ്ങളൊപ്പം നിന്നുകൊണ്ട് ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളുടെ രക്ഷകനായി മാറാൻ കഴിയത്തക്ക നിലയിൽ ആണ് അദ്ദേഹം ഈ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത്. ഈ ചടങ്ങിന് എന്നെ ക്ഷണിച്ച ഇതിന്റെ സംഘാടകർക്ക്
എല്ലാവരും എനിക്ക് വ്യക്തിപരമായി ബന്ധമുള്ളവരാണ് എന്നുള്ളതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പേരും വ്യക്തിബന്ധമുള്ളതാണ് എന്നുള്ളത് എന്നെ ക്ഷണിച്ചതിന് പ്രത്യേകമായ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ശ്രീ സോഹൻ റോയിക്ക് എല്ലാവിധ ആശംസകളും ഡോക്ടർ ബിജുവിനടക്കം നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ചുരുങ്ങിയ വാക്കുകളിൽ പരിചയപ്പെടുത്താൻ പറ്റുന്ന ഒരു വ്യക്തിയല്ല ശ്രീ സോഹൻ റോയ്. പടിയെങ്കിലും ഇതിനു മുമ്പ് സംസാരിച്ച ഉദ്ഘാടകയും മുഖ്യപ്രഭാഷകനും കുറെ കൂടുതൽ കാര്യങ്ങൾ സോഹൻ റോയിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് അത് ആവർത്തിക്കുന്നില്ല. ഒരു പരിചയപ്പെടുത്തുക എന്ന് പറയുമ്പോൾ തൊഴിൽപരമായി ശ്രീ സോഹൻ റോയ് ഒരു എഞ്ചിനീയറാണ്. സമുദ്രവുമായി ബന്ധപ്പെട്ട ഒരു മേഖലയിൽ അദ്ദേഹം പ്രവൃത്തി എടുക്കുന്നു. അദ്ദേഹം ഏകദേശം 7 രാഷ്ട്രങ്ങളുമായി ബിസിനസ് ബന്ധമുണ്ട്. പ്രകൃതിയെ സ്നേഹിക്കുന്ന, പ്രകൃതിക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ ആണ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് സോഹൻ റോയ്. അദ്ദേഹത്തിന്റെ ആ പ്രകൃതി സ്നേഹവും പരിസ്ഥിതി സ്നേഹവും ഡാം 999 എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അദ്ദേഹത്തിന്റെ ഒരു ഗവേഷണ ബുദ്ധി കണ്ടെത്തിയ ചില കണക്കുകളുണ്ട്. നമ്മുടെ ലോകത്ത് 44,000-ഓളം അണക്കെട്ടുകൾ, അത് ഈ കുട്ടികൾ കേൾക്കാൻ വേണ്ടി കൂടി പറയാം, 44,000-ഓളം അണക്കെട്ടുകൾ 2020 കാലഹരണപ്പെടുകയാണ് ലോകത്താകമാനം. ഇത്രയും അണക്കെട്ടുകളെ ലോകം എന്ത് ചെയ്യാൻ പോകുന്നു എന്ന നമ്മളെ പൊള്ളിക്കുന്ന ഒരു ചോദ്യം ഉയർത്തുകയാണ് ശ്രീ സോഹൻ റോയ്. ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ അവിടെ അതിന് ചുറ്റുമായി ഉറക്കം പോലും നഷ്ടപ്പെട്ട് ഒരു സ്വപ്നം കാണാൻ പോലും നിവൃത്തിയില്ലാതെ തകർന്നു കഴിയുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ ഭീതി നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഒരു മനുഷ്യസ്നേഹിയും രാജ്യസ്നേഹിയും ഒക്കെയായ അത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ തെളിയിച്ച ഈ സോഹൻ റോയ്ക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാനുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പരസ്പരമുള്ള കർത്തവ്യത്തോടൊപ്പം അതിനുവേണ്ടി ഞാനും ആഗ്രഹിക്കുന്നു. ഈ ആഗ്രഹം സാക്ഷാത്കരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനകളോടുകൂടി നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടുകൂടി ഈ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. 2 വാക്ക് സംസാരിക്കാൻ ശ്രീ അനിൽകുമാറിനെ ക്ഷണിച്ചോളൂ. സോഹൻ റോയ് എന്ന ഒരാളിനെ കുറിച്ച് നമ്മൾ ഈ അടുത്ത കാലത്താണ് വളരെ വിവാദമായി നമ്മൾ കേട്ടത്. നമ്മൾ പലപ്പോഴും അറിഞ്ഞിട്ടില്ല സോഹൻ റോയ് നമ്മുടെ ജില്ലയിലെ പുല്ലൂരിലുള്ള ഒരു വ്യക്തിയാണെന്ന്. പക്ഷെ ഇന്ന് കേരളമെമ്പാടും അതോടൊപ്പം തന്നെ ഇന്ത്യയിലെമ്പാടും ലോകത്തെമ്പാടും ഇപ്പൊ സോഹൻ റോയിയെ സംബന്ധിച്ച് നമ്മൾ അറിയപ്പെട്ടു. ഡാം 999 അദ്ദേഹം സ്വന്തം പൈസ കൊടുത്ത് നിർമ്മിച്ചു സംവിധാനം ചെയ്ത ഒരു പടമാണ്. പക്ഷെ ഞാനൊരു നിർമ്മാണത്തിൽ പറയുകയാണ്, ആ ഡാം 999 എന്ന സിനിമ മുല്ലപ്പെരിയാർ വിഷയത്തിൽ മുങ്ങിപ്പോയിരിക്കുന്നതാണ്. അദ്ദേഹം നിർമ്മിച്ച സിനിമ കാണാൻ ജനത്തിന് അവസരം ഇല്ലാതാക്കിയത് മുല്ലപ്പെരിയാർ ഇഷ്യൂവാണ്. ഗവൺമെന്റ് വാങ്ങിച്ചതല്ല. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ സിനിമാ രംഗത്തെ പ്രശ്നങ്ങൾ തന്നെയാണ്. ഒരു നല്ല സിനിമ വന്നാൽ അത് കാണുന്നതിന്, അത് പ്രദർശിപ്പിക്കാൻ തിയേറ്റർ പോലും കിട്ടാത്തൊരവസ്ഥ നമ്മുടെ ഈ കേരളത്തിലുണ്ട്. ഇത്ര നല്ല സിനിമകൾ കാണുന്നതിനുള്ള ആൾക്കാർ നമ്മുടെ കുട്ടികളായാലും നമ്മുടെ സമൂഹത്തിലുള്ളവരെയും നമ്മൾ ആ തരത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു അവസ്ഥ കൂടി നമ്മൾ ഈ ഭരത് മുരളി കൾച്ചറൽ സെന്ററിനെ പോലുള്ള സംഘടനകളും സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരും അത്തരത്തിൽ തയ്യാറാകണമെന്നാണ് എനിക്ക് ഈ സമ്മേളനത്തിന് സ്വീകരണം കൊടുക്കുമ്പോൾ തന്നെ പറയാനുള്ളത്. അദ്ദേഹം ഇത്തരത്തിലൊരു സംവിധാനം ചെയ്യാനും തയ്യാറായ നല്ല മനസ്സിന്റെ ഉടമയ്ക്ക് ഇവിടെ നൽകുന്ന സ്വീകരണത്തിന് എല്ലാ ഭാവങ്ങളും നേരുന്നു. അദ്ദേഹത്തിന്റെ പടങ്ങൾ ഇനിയും വരുന്ന പടങ്ങൾ ആ തരത്തിൽ ഉയരങ്ങളിലേക്ക് പോകാനുള്ള ഇപ്പൊ തന്നെ ഓസ്കാർ നോമിനേഷനാണ് വന്നിരിക്കുന്നത്. മറ്റ് എന്താണെന്ന് സംബന്ധിച്ച് ഓസ്കാറിനെ സംബന്ധിച്ചൊക്കെ ഉള്ളത് അത് അദ്ദേഹം പറയും. പിന്നെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്ക് സംസാരിക്കുന്നു. ശ്രീ സോഹൻ റോയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അദ്ദേഹത്തിന്റെ ഡാം 999 എന്ന സിനിമ അന്തർദേശീയ തലത്തിൽ നേടിക്കൊണ്ടിരിക്കുന്ന ആ അംഗീകാരങ്ങൾക്കും എല്ലാവിധ ആശംസകളും. ഒപ്പം മുമ്പ് അൻസാർ പറഞ്ഞെങ്കിലും 1-2 കാര്യങ്ങൾ കൂടി പറയണമെന്ന് തോന്നുന്നു. ഈ സിനിമ ശരിക്കും തമിഴ്നാട് നിരോധിക്കുകയുണ്ടായി. സിനിമകൾ
ഏതെങ്കിലും ഒരു ഭരണകൂടം, ഏതെങ്കിലും റീജിയണലായിട്ടുള്ളതോ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണകൂടമോ തന്നെ കലാപരമായ കാര്യങ്ങളെ നിരോധിക്കുന്നത് ശരിയായ ഒരു രീതിയാണോ എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്ത്യ പോലെ ജനാധിപത്യപരമായി ഏറെ മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യത്ത് സിനിമ നിരോധിക്കുക എന്ന് പറയുന്നത് തികച്ചും പ്രാകൃതമായ ഒരു നടപടിയാണ്. ഇന്ത്യ പോലെയുള്ള ഒരു സംസ്ഥാനത്ത് അത്തരം നിരോധനങ്ങൾ ഏർപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും ഇവിടുത്തെ സാംസ്കാരിക പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും ചലച്ചിത്ര പ്രവർത്തകരും അതിനെതിരെ പ്രതികരിക്കേണ്ടത് തന്നെയാണ്. സിനിമ എന്ന് പറയുന്നത് ആരും കല മാത്രമാണ് പറഞ്ഞു കരുതുന്നത്. ഇതൊരു സാമൂഹിക പ്രതിബദ്ധതയും രാഷ്ട്രീയ പ്രതിബദ്ധതയും ഒക്കെ പ്രകടിപ്പിക്കേണ്ട ഒരു മാധ്യമമാണ് സിനിമ. അത്തരത്തിൽ ഒരു വിഷയം കൈകാര്യം ചെയ്തതിൽ അദ്ദേഹത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും തുടർന്നും വലിയ വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമുക്കൊക്കെ പ്രിയങ്കരനും നമ്മുടെ നാട്ടുകാരനുമായ ഇന്ന് ലോകം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന സ്നേഹം റോയ് അവർക്ക് ഇത്തരം വലിയൊരു സ്വീകരണം ഏർപ്പെടുത്താൻ തീരുമാനമെടുത്ത ബാലമുരളി കർഷക സംഘടനയെ അഭിനന്ദിക്കുകയാണ്. ഞാൻ സുദീർഘമായൊന്നും പ്രസംഗിക്കുന്നില്ല. ഇവിടെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളുണ്ട്, സിനിമാ സംവിധായകന്മാരുണ്ട്, നടന്മാരുണ്ട്, നിറഞ്ഞ വേദിയാണത്. അതുകൊണ്ട് തന്നെ വലിയൊരു വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കപ്പെടുന്നത്. എനിക്കൊരു കാര്യം മാത്രമാണ് പറയാനുള്ളത്. എവിടെ എന്തിനെയൊക്കെ നിരോധിക്കപ്പെടുന്നുണ്ടോ അതാണ് ലോകത്ത് കൂടുതൽ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവിധമായ പാവങ്ങൾ നിന്നുകൊണ്ട് എന്നെ കൂടി ഇതിൽ പങ്കെടുക്കാൻ അവസരം ഉണ്ടാക്കുന്ന എൻ്റെ സുഹൃത്തു കൂടിയായ ബല്ലശ്ശേരിയോട് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടൊന്ന് നിർത്തുന്നു. നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ അവാർഡ് നമ്മൾ സ്വീകരണം കൊടുത്തിരിക്കുന്ന നമ്മുടെ സ്വയൻ പുനലൂർ ഐക്കരക്കോണം, നമ്മുടെ തൂക്കുപാലം തൊട്ടപ്പുറത്തുള്ള സ്ഥലമാണ്. അദ്ദേഹം ഇങ്ങനെ ആളും നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് ഞാൻ ഉൾപ്പെടെ ഇപ്പൊ അദ്ദേഹത്തെ പരിചയപ്പെടുകയാണ്. ഇത്രക്കര ഈ പുനലൂക്കാരാണെന്ന് അറിയുന്നത്. അദ്ദേഹത്തിന്റെ സിനിമയിൽ ഇവിടെ എല്ലാം പ്രതിപാദിക്കപ്പെട്ടത് ഡാം ട്രിപ്പിനെ ഈ മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെയല്ല ഇതിനകത്ത് പ്രതിപാദിച്ചത്. ഞാൻ ഈ സിനിമ കണ്ടതാണ്. പക്ഷെ അദ്ദേഹത്തിന് സ്വപ്നം ഉണ്ടായിരുന്നു, നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഒരു വലിയ ആപത്തിനെ ജനശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നുള്ളത്. ഇതിനകത്ത് വിമല എന്നാണ് തോന്നുന്നത് നായികയുടെ. ഇതിനകത്ത് സ്നേഹമുണ്ട്, അന്ധവിശ്വാസങ്ങളുണ്ട്, പരദൂഷണമുണ്ട്, ഒക്കെയുണ്ട് ഈ സിനിമയിൽ. ഞാൻ കണ്ടതാണ്. മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമെന്നുള്ള പോട്ടെ, അത് അദ്ദേഹം പറഞ്ഞു, എറണാകുളം ജില്ലയിലെ ഹൈക്കോടതിയുടെ 4ാം നില വരെ ആരൊക്കെ എന്തെല്ലാം വാദങ്ങൾ വരുത്തിയാലും ശരി മുല്ലപ്പെരിയാർ പൊട്ടിയാൽ ചെല്ലും, യാതൊരു സംശയം. 4ാം നില വെള്ളം കൊണ്ട് നിറയും. ഏകദേശം ലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അദ്ദേഹത്തിന് ജനശ്രദ്ധയിലേക്ക് ഡാം ട്രിപ്പിൾ നയൻ കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞു എന്നത് വളരെ സുദീർഘമായ ഒരു കാര്യമാണ്. സ്വപ്നം കണ്ട് ജനങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കി ജനങ്ങളെ മനസ്സിലാക്കി നല്ല സൃഷ്ടികൾ ഉണ്ടാക്കുവാൻ ഇനിയും നമ്മുടെ നാട്ടിൽ നല്ല കലാകാരന്മാരും കഥാകൃത്തുക്കളും സംവിധായകന്മാരും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഓസ്കാർ അവാർഡിൽ പരിഗണിക്കപ്പെട്ടുള്ള ഈ സിനിമ ലോകോത്തരമാകട്ടെ, പുതിയ സൃഷ്ടികളും അദ്ദേഹം സൃഷ്ടിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. പ്രശസ്ത പത്രപ്രവർത്തനായ എം കെ സുരേഷ് ഇപ്പൊ വീണ്ടും ഓസ്കാറിന്റെ അടുത്തേക്ക് ആ ഏറെക്കുറെ അല്ലെങ്കിൽ പത്തനാപുരം താലൂക്കിൽ നിന്ന് ഒരാൾ കൂടി എത്തുകയാണ്. അദ്ദേഹത്തിന്റെ തിരക്കഥ ഇപ്പോൾ തന്നെ ഓസ്കാർ ലൈബ്രറിയിൽ എത്തിക്കഴിഞ്ഞു. ഈ ഡാം ട്രിപ്പിൾ നയൻ സിനിമയുടെ തിരക്കഥ ഓസ്കാർ ലൈബ്രറിയിലുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ നിന്ന് ഒരു ഓസ്കാറിന്റെ അടുത്തേക്ക് അല്ലെങ്കിൽ ഓസ്കാറിലേക്ക് ഒരു മലയാളി നടന്നു കയറുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അത് യാഥാർത്ഥ്യമാകും എന്ന് നമുക്ക് വിശ്വസിക്കാം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തമിഴ്നാട്ടിൽ ഉണ്ടായ ഒരു പ്രചരണം, ഈ മകരവിളക്ക് കഴിഞ്ഞാൽ സർവ്വ തമിഴന്മാരെയും മലയാളികൾ അടിക്കും എന്നായിരുന്നു തമിഴ്നാട്ടിൽ ഉണ്ടായ ഒരു പ്രചരണം. നമ്മൾ സൂചിപ്പിച്ചതുപോലെ അവിടുത്തെ പ്രധാനപ്പെട്ട ചില മാധ്യമങ്ങളിൽ വന്ന വാർത്ത എന്ന് പറയുന്നത് കേരളത്തിൽ തമിഴരായ 500 സ്ത്രീകളെ മാനഭംഗപ്പെടുത്തിയെന്നാണ് ഒരു വാർത്ത. രണ്ടാമത്തെ വാർത്ത മുല്ലപ്പെരിയാർ ഡാം തകർക്കാൻ വേണ്ടി 1600 ടൺ സ്ഫോടക വസ്തുക്കൾ നമ്മൾ ശേഖരിച്ചു കഴിഞ്ഞുവെന്നാണ്. മൂന്നാമത്തെ വാർത്ത പുതിയ ഡാമിന് വേണ്ടി പ്രതിപക്ഷ നേതാവ് ശ്രീ വി എസ് അച്യുതാനന്ദൻ തറക്കല്ലിട്ടു എന്ന്. ഇതൊക്കെ നമ്മൾ കഥ ആക്കി പറയുന്നതല്ല, അവിടുത്തെ ചില മാധ്യമങ്ങൾ വന്ന വാർത്തയാണ്. പിന്നെ പത്രങ്ങളും ചാനലുകളും ഒക്കെ ഒത്തിരി വാർത്തകൾ ഇതിന് അനുകൂലിച്ചു വന്നു എന്നുള്ളതല്ലാതെ നമ്മുടെ പ്രതികരണം വളരെ ദുർബലമായിരുന്നു അതിനെതിരായിട്ട്. രണ്ടാമത് ഇപ്പോൾ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ ആ സിനിമ ഇവിടെ തിയേറ്ററിൽ ഓടിച്ചില്ല. കുറച്ച് ദിവസം മാത്രം, ഒന്നരാഴ്ച കൂടുതൽ ആ സിനിമ കേരളത്തിൽ ഓടിക്കാൻ സമ്മതിച്ചില്ല. അത് നമ്മുടെ സിനിമയിലെ ചില സംഘടനകളുടെ നിലപാടായിരുന്നു. അതിനെതിരെയും വലിയ പ്രതികരണമൊന്നും ഉണ്ടായില്ല. ശ്രീ സോഹൻ റോയ് അദ്ദേഹത്തെ ഈ വേദിയിൽ അതിന്റെ കൂടുതലായി പറയേണ്ട ആവശ്യമില്ലെങ്കിൽ പോലും
സന്ദർഭിച്ചാൽ പറഞ്ഞതേ ഉള്ളൂ. സോഹൻ റോയിക്ക് അദ്ദേഹത്തിന്റെ പുതിയ സിനിമ ഇപ്പം അതിന്റെ വർക്കെല്ലാം കഴിഞ്ഞതിന്റെ അവസാന ഘട്ടത്തിലാണ്. ഡ്രാക്കുള എന്ന പേരുള്ള സിനിമ. അത് നമ്മൾ വായിച്ചറിഞ്ഞ ബ്രോം സ്റ്റോക്കർ എന്ന ഡ്രാക്കുളയെ ബന്ധപ്പെട്ട അതുപോലുള്ള സിനിമയൊന്നുമല്ല, ഒരു സെയിന്റിന്റെ കഥയാണ്. അതിനുശേഷം അടുത്ത സിനിമ അദ്ദേഹം ഉടനെ തയ്യാറാക്കാൻ പോകുന്നു. അപ്പോൾ ഇനിയും അദ്ദേഹത്തിൽ നിന്ന് നല്ല സിനിമകൾ ഉണ്ടാകട്ടെ, അത് തിയേറ്ററിൽ കൂടുതൽ പേര് കാണട്ടെ, അതിന് ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിലേക്ക് അദ്ദേഹം ഇവിടെ വന്നതിൽ ഞങ്ങൾക്കുള്ള സന്തോഷം എൻ്റെ ഒരു സംഘാടനം എന്നുകൂടി നിലയിൽ ഞാൻ അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. ശ്രീ സോഹൻ റോയിയുടെ റൂമിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഞാൻ വിചാരിച്ചു 50 കോടി രൂപയൊക്കെ ചെലവാക്കിയെടുത്ത ഒരു സിനിമ എടുത്ത ഒരാൾ ഏതായാലും ഒരു തലക്കനവും ഒരു കുറച്ച് ചാടയൊക്കെ ഉണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ ഇത് വിനയാന്വിതനായി എഴുന്നേൽക്കുന്ന ഒരാളെയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത്തരം ആളുകൾക്ക് മാത്രമേ അത് കഴിയൂ. മനുഷ്യസ്നേഹം, പ്രകൃതി സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്നവർക്ക് മാത്രമേ സോഹൻ റോയിമാരാകാൻ കഴിയൂ എന്ന് മാത്രമാണ് എനിക്ക് അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ അത് തിയേറ്ററിലല്ലെങ്കിൽ പോലും അല്ലാതെ ഇത് കാണണം. പോക്കറ്റിൽ നിന്ന് പൈസ, അധ്വാനം കൊണ്ട് നേടിയ സമ്പത്തിൽ നിന്ന് ഉപയോഗിച്ച് സിനിമ നിർമ്മിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ സ്നേഹമാണ്, ജനത്തോടുള്ള സ്നേഹമാണ്. അത് അദ്ദേഹം പ്രകടിപ്പിക്കും എന്നുള്ളതുകൊണ്ട് ഭരത് മുരളി കൾച്ചർ സെന്ററിന്റെ പേരിൽ മുരളിയുടെ പേര് ഇനിയും ഉയരങ്ങളിലെത്തിക്കാൻ ഈ ഭരത് മുരളി കൾച്ചർ സെന്ററിന് കഴിയും എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ പടം എനിക്ക് തോന്നുന്നു ഈ മുല്ലപ്പെരിയാർ വിഷയത്തിന് മുമ്പ് തന്നെ വിവാദമായിരുന്നു എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം പത്രത്തിലൂടെയൊക്കെ തിലകനെ പിൻവലിച്ച സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനു മുമ്പ് തന്നെ ഈ പടം ഈ മാധ്യമങ്ങളിലൂടെയും മറ്റും ഏറെക്കുറെ വിവാദമായി വന്നുകൊണ്ടിരുന്നതാണ്. അപ്പോൾ നമ്മൾ എന്തായാലും അദ്ദേഹത്തിന്റെ മറുപടി പ്രസംഗത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, മറ്റ് ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന കലാസ്നേഹികളെ, തീരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ചടങ്ങിനാണ് ഞാനിന്ന് സാക്ഷ്യം വഹിച്ചത്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നെ ആദരിക്കുവാൻ വേണ്ടി ഉള്ള ഒരു ചടങ്ങാണ്. ശ്രീ പല്ലിശ്ശേരിയുമായിട്ടുള്ള വ്യക്തിബന്ധത്തിന് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരു സായാഹ്നം ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കണം. ഇവിടെ വന്ന് സത്യം പറഞ്ഞാൽ മനസ്സൊരുപാട് നിറഞ്ഞുപോയി. ഇതിങ്ങനെ ഒരു ഊഷ്മളമായ ഒരു സ്വീകരണം തന്നതിന് ഒരിക്കലും മറക്കില്ല. പിന്നെ കൊട്ടാരക്കര എന്ന് പറയുന്ന ഈ പ്രദേശം നമ്മുടെ ഈ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ചില കാര്യങ്ങൾ കുട്ടിക്കാലത്ത് കയറുന്നത് ഒരിക്കലും മാഞ്ഞു പോകത്തില്ല. എന്റെ കലാജീവിതം ഒരുപക്ഷെ തുടങ്ങിയത് കൊട്ടാരക്കരയിൽ നിന്നാണെന്ന് പറയേണ്ടി വരും. ഞാൻ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ, ഞാൻ LP സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ അമ്മ ഇവിടെ മർത്തോമ സ്കൂളിലെ ടീച്ചറായിരുന്നു. നിങ്ങൾ പലർക്കും ഒരുപക്ഷെ അറിയായിരിക്കും, കസ്തൂരിബായി ടീച്ചർ എന്ന് അറിയപ്പെടുന്ന എൻ്റെ അമ്മയായിരുന്നു. അപ്പം അമ്മ മിക്കവാറും സ്കൂളിലെ എല്ലാ കലാപ്രവർത്തനവും അമ്മയായിരുന്നു നോക്കിയിരുന്നത്. അപ്പോൾ എപ്പോൾ യുവജനോത്സവം ഉണ്ടായാലും അന്ന് കൊച്ചുകുട്ടിയായ എന്നെയും കാര്യം അമ്മ ലേറ്റായിട്ടായിരിക്കും യുവജനോത്സവം ഉള്ള ദിവസങ്ങളിൽ വീട്ടിലേക്ക് മടങ്ങാം. അതുകൊണ്ട് അതിന്റെ പ്രിപ്പറേഷൻസിന് വേണ്ടി പോകുമ്പോൾ ഈ ലൈറ്റ് നൈറ്റ് പ്രോഗ്രാംസ് ഒക്കെ ഉള്ള ദിവസം എന്നെയും കൂട്ടിക്കൊണ്ട് സ്കൂളിൽ പോകും. ഞാൻ കൊച്ചുകുട്ടിയായിട്ട് ഞാൻ അവിടെ ഇത് നോക്കിയിരിക്കും. പിന്നീട് സ്കൂളിലെ കുട്ടികളെയും കൊണ്ട് ജില്ലാ യുവജനോത്സവത്തിനോ സംസ്ഥാന യുവജനോത്സവത്തിനോ പോകുമ്പോഴും എന്നെ പലപ്പോഴും കൂടെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ യുവജനോത്സവ വേദികളിലേക്ക് എന്നെ കൊണ്ടുവന്നത്. കാര്യം അവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് സമയം പോകാൻ വേണ്ടി, ഞാൻ ഈ കൊച്ചുകുട്ടിയാണ്, ഞാൻ അസ്വസ്ഥനാകുമ്പോൾ ഞാൻ പല വേദികളിൽ ഇങ്ങനെ പോകുന്നു, പല പ്രോഗ്രാംസ് കാണുന്നു. അങ്ങനെ ഒരുപക്ഷെ അമ്മയായിരിക്കാം എന്നെ ഈ കലാജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ ഈ ചിത്രം ഏറ്റവും കൂടുതൽ കാണണമെന്ന് ആഗ്രഹിച്ച അമ്മയാണ് അമ്മ. പക്ഷേ ഈ ചിത്രത്തിന്റെ റിലീസിന് മുമ്പ് കഴിഞ്ഞ വർഷം മരിച്ചുപോയി. അങ്ങനെ കൊട്ടാരക്കരയുമായിട്ടുള്ള ഒരു വൈകാരിക ബന്ധം അന്ന് തൊട്ടേയുണ്ട്. പിന്നീട് എൻ്റെ സഹോദരി ഇവിടെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ, ഇപ്പോൾ ആ ഹോസ്പിറ്റൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, അവിടെ ഡോക്ടറായിട്ട് കുറച്ചുനാൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ബന്ധം കൂടി എനിക്ക് കൊട്ടാരക്കരയുമായിട്ടുണ്ട്. പിന്നീട് എൻ്റെ സ്വദേശം തൊട്ടടുത്ത് തന്നെയാണ്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് മടങ്ങി വരാം. നമ്മളെല്ലാവരും ബോംബുകളെ കുറിച്ച് സംസാരിക്കാറുണ്ട്, നമ്മൾക്ക് ഒരു ധാരണയുണ്ട്. പക്ഷേ നിർമ്മിച്ച ബോംബുകൾ ഒരിക്കലും നമ്മൾ എന്നേക്കുമായി സൂക്ഷിക്കാറില്ല. അതിനും നിർമ്മിക്കപ്പെട്ട എല്ലാ ബോംബുകൾക്കും ഒരു കാലപരിധിയുണ്ട്. അത് കഴിഞ്ഞാൽ അതിന്റെ പർപ്പസ് കഴിഞ്ഞു, അത് മാറ്റി പുതിയവ നിർമ്മിക്കും. ബോംബുകൾ നശീകരണം ഉണ്ടാക്കുന്നതാണെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് കരുതി ബോംബുകളെ നമുക്ക് മാറ്റി നിർത്തുവാനും സാധിക്കത്തില്ല. അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായി കഴിഞ്ഞു, നമ്മുടെ പ്രൊട്ടക്ഷന്റെ ഭാഗമായി കഴിഞ്ഞു. നമ്മളെ സംരക്ഷിക്കുന്ന ഒരു അവശ്യ വസ്തുവായി കഴിഞ്ഞ വസ്തുവാണ് ബോംബ്.
അതുപോലെ തന്നെയാണ് ഈ വാട്ടർ ബോംബ് എന്നുള്ള ഈ ഒരു കൺസെപ്റ്റ് ഈ ഡാമിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. ഡാമുകളെ നമ്മൾക്ക് ഒരിക്കലും നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തി തിങ്ക് ചെയ്യാൻ പറ്റത്തില്ല. അത് ഒരുപാട് പർപ്പസുകളുണ്ട്. മലവെള്ളപ്പാച്ചിലുണ്ടാകുമ്പോൾ തടഞ്ഞു നിർത്തുവാൻ ഡാമുകൾ നമുക്ക് വേണം. ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി, പവർ ജനറേഷന് വേണ്ടി നമുക്ക് വേണം. ജലസേചനത്തിന് വേണ്ടി വേണം. എന്തെല്ലാം പർപ്പസുകൾ അതിന് കിടക്കുന്നു. അപ്പോൾ ഡാമുകളെ മാറ്റി നിർത്തി നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടായിരിക്കാം ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലും ആയിരക്കണക്കിന് ഡാമുകളാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഈ ഡാമുകളെല്ലാം പണിതപ്പോൾ ഇതിന് ഒരു കാലപ്പഴക്കം കഴിയുമ്പോൾ ഇതൊരു വാട്ടർ ബോംബാണെന്നും ഈ വാട്ടർ ബോംബിന് ഒരു കാലപരിധി ഉണ്ടെന്നും അത് മാറ്റിപ്പണിയണമെന്നും ഒരിക്കലും ആരും ചിന്തിച്ചു തുടങ്ങിയിട്ടില്ല. ഇന്ന് ഒരു അന്താരാഷ്ട്ര നിയമം അതില്ല. ഇത്ര വർഷം കഴിഞ്ഞാൽ ഈ ഡാമുകൾ മാറ്റിപ്പണിയണം എന്ന് പറയാനൊരു നിയമമില്ല എന്നുള്ളതാണ് സത്യം. ഇതിൽ നിന്ന് വരുമാനം എല്ലാവരും, നമ്മൾ മാത്രമല്ല എല്ലാ രാജ്യത്തിലുമുള്ള ആൾക്കാർ ഇതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു കറവ പശുവാണ്. പക്ഷേ ആ വരുമാനത്തിന്റെ ഒരു ചെറിയ ഭാഗം ഇതിനെ മാറ്റിപ്പണിയുവാൻ വേണ്ടി മാറ്റിവെക്കണമെന്ന് ആരും ആലോചിച്ചില്ല. അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ ഒരിക്കലും കരുതരുത് മുല്ലപ്പെരിയാർ മാത്രമാണ് നമ്മളുടെ പ്രശ്നമെന്ന്. നമ്മളുടെ പിന്നിലും ഒരു വലിയ വാട്ടർ ബോംബ് ഉണ്ട് എന്നുള്ള സത്യം നിങ്ങൾ മറക്കരുത്. ഈ സിനിമ നിർമ്മിക്കുമ്പോൾ ഞാൻ കണ്ടെത്തിയിരിക്കുന്ന ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പല സബ്ജക്ട്സുകളും എൻ്റെ ജീവിതത്തിൽ നിന്ന് പലപ്പോഴും എന്നിലേക്ക് കടന്നു വന്നിട്ടുള്ള മാറ്റേഴ്സാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതിലൊന്നാണ് ഈ ഡാമുകളിലേക്ക് വരുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കുട്ടിക്കാലത്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കയറുന്ന കാര്യങ്ങൾ. അതിലൊന്നാണ് എനിക്ക് കുട്ടിയായിരിക്കുന്ന സമയത്ത് ഓർമ്മയുണ്ട്, ഇവിടെ തെന്മല ഡാം പണിതുകൊണ്ടിരിക്കുകയാണ്. അന്ന് ആ ഡാമിൽ ഉപയോഗിക്കേണ്ട സിമന്റാണ് ഞങ്ങളുടെ പ്രദേശത്ത് മുഴുവനുള്ള മിക്കവാറും എല്ലാ വീടുകളും നിർമ്മിക്കുവാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ വീടും നിർമ്മിച്ചിരിക്കുന്നത് തെന്മല ഡാം പണിയേണ്ട സിമന്റും ഉപയോഗിച്ചിട്ടാണ്. എനിക്കറിയില്ല അതിനകത്ത് എത്ര ശതമാനം ഉപയോഗിക്കേണ്ട സിമന്റിന്റെ എത്ര ശതമാനം ശരിക്കും ഉപയോഗിച്ചിട്ടുണ്ടെന്ന്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അതിന്റെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് പണിയേണ്ടതുപോലെ അല്ല ആ ഡാം പണിതിരിക്കുന്നത്. ഇനി സ്പെസിഫിക്കേഷൻ അനുസരിച്ച് പണിത ഒരു ഡാം ആണെങ്കിൽ കൂടി ഒരു കോൺക്രീറ്റ് ഡാമിന് ഒരിക്കലും ഈ മുല്ലപ്പെരിയാർ ഡാം നിൽക്കുന്ന പോലെ ഈ 100 വർഷം പിന്നിട്ടൊന്നും നിൽക്കാൻ സാധിക്കില്ല. കാര്യം ഒരു 40 വർഷത്തോ ആകുമ്പോൾ തന്നെ ഇതിന്റെ ഇലാസ്റ്റിസിറ്റി ഇതിന് നഷ്ടപ്പെടും. ഈ വികാസ സങ്കോച ശേഷി എന്ന് പറയുന്നത് നമ്മൾ വായിക്കാറുള്ള ഈ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഇന്ന് ഇടുക്കി ഡാം. ഇതുപോലെ ഈ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് നിർമ്മിക്കാതെ വരുമ്പോൾ ഇന്ന് തെന്മല ഡാമിന്റെ ഇലാസ്റ്റിസിറ്റിയെ കുറിച്ച് ആരെങ്കിലും പഠനം നടത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി അധികകാലം ഇല്ല. ആ എഞ്ചിനീയറിംഗ് ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന എന്ത് വസ്തുവിനും ഒരു കാലപരിധിയുണ്ട്. അപ്പോൾ അതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പിന്നിലും ഒരു വാട്ടർ ബോംബ് ഉണ്ട് എന്നുള്ള സത്യം നമ്മൾ മറക്കരുത്. ഇന്ന് മുല്ലപ്പെരിയാറാണ് പ്രശ്നമെങ്കിൽ നാളെ തെന്മല ഡാം ആയിരിക്കാം നമ്മുടെ മുന്നിലുള്ള പ്രശ്നം. ആ തെന്മല പൊട്ടിയാൽ ഒന്നും ആലോചിക്കേണ്ട, ഇത് കൊട്ടാരക്കരയിലൂടെ സെന്ററിൽ കൂടിയാണ് ഇത് പാസ് ചെയ്ത് കൊല്ലത്തിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ നമ്മളെല്ലാം ഇന്നത്തെ സൊസൈറ്റി മുഴുവൻ, ലോകത്തിലുള്ള എല്ലാ ജനതയും ഇതുപോലെ ഏതെങ്കിലും ഒരു വാട്ടർ ബോംബിന്റെ മുന്നിൽ ജീവിക്കേണ്ട വ്യക്തികളാണ് എന്ന് കരുതി നമുക്ക് ഈ വാട്ടർ ബോംബ്സിനെ മാറ്റി നിർത്തി തിങ്ക് ചെയ്യാനും പറ്റില്ല. കാര്യം നാളെ മുല്ലപ്പെരിയാർ നമ്മൾ വേണ്ട എന്ന് വെച്ചു കഴിഞ്ഞാൽ തമിഴ്നാട് വറ്റി വരണ്ടു പോകും. അവിടുത്തെ 5 ജില്ലകൾ വറ്റി വരണ്ടു പോകും. അതൊരിക്കലും പാടില്ല. അതുകൊണ്ട് തന്നെ ഇനി ഒരൊറ്റ മാർഗമേ ഉള്ളൂ, എല്ലാവരുടെയും കണ്ണു തുറപ്പിക്കുക. ഈ കാലപ്പഴക്കം ചെന്ന ഡാമുകൾ മാറ്റി പണിയാനായി ഇതുവരെ ചെയ്തില്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള തുടക്കം ഇപ്പോഴെങ്കിലും നമ്മൾ തുടങ്ങുക. അതിനുവേണ്ടിയുള്ള ഒരു എളിയ ശ്രമം എന്ന നിലയിലാണ് ഈ സിനിമയിൽ ഡാം എന്ന് പറയുന്ന ഒരു എലിമെന്റ് കൊണ്ടുവന്നത്. ഞാൻ ആരോടും മത്സരിക്കുവാനോ ഒന്നുമല്ല ഈ ഒരു ചിത്രം നിർമ്മിച്ചത്. ഞാൻ എൻ്റെ സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടി മാത്രം ചെയ്ത ഒരു പ്രോജക്റ്റാണ്. വർഷങ്ങളായി എൻ്റെ എഞ്ചിനീയറിംഗ് പഠനത്തിന് ശേഷം ഞാൻ സിനിമാ വേദിയിലേക്ക് പോകാൻ ഒരു ശ്രമം നടത്തി. അന്ന് സാധിച്ചില്ല. അന്ന് തൊട്ടേ മനസ്സിൽ കൊണ്ടു നടന്ന ഒരാഗ്രഹം, അത് ഞാൻ എൻ്റെ കർമ്മമണ്ഡലത്തിൽ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി കലാരംഗത്തിലേക്ക് വരണം എന്ന് തോന്നിയ നിമിഷത്തിൽ ചെയ്തൊരു പ്രോജക്റ്റാണ്. പക്ഷേ അങ്ങനെ ഒരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്യുമ്പോൾ സാധാരണ ഒരു സിനിമ ചെയ്യുവാൻ എനിക്ക് താല്പര്യമേ ഇല്ലായിരുന്നു. സാധാരണ മറ്റേതെങ്കിലും ഒരു സിനിമ ചെയ്യാൻ ഇവിടെ ഇഷ്ടം പോലെ മെയിൻ സ്ട്രീമിൽ വർക്ക് ചെയ്യുന്ന ഫുൾ ടൈം ഈ സിനിമാ ലോകത്തിന് വേണ്ടി ജീവിതം മാറ്റി വെച്ചിരിക്കുന്ന ഒരുപാട് പേർ ഇവിടെയുണ്ട്, കഴിവുള്ള ആൾക്കാരുണ്ട്, അവർ ചെയ്യട്ടെ. പക്ഷേ ഞാൻ ചെയ്യുന്ന ഈ സിനിമ, എൻ്റെ വിലപ്പെട്ട സമയം ഞാൻ കണ്ടെത്തി ചെയ്യുന്ന ഈ സിനിമ എന്തെങ്കിലും വ്യത്യസ്തതയായിരിക്കണം. അത് വെറും കഥയിൽ മാത്രമല്ല, അതിൻ്റെ എൻ്റയർ മേക്കിങ്ങിൽ തന്നെ ഒരു വ്യത്യസ്തത ഉണ്ടാവണം. നാളെ അത് ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാകണം എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ്
ഇതിന് ഞാൻ ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ടാക്കിയത്. ഈ പ്രോജക്ട് സ്പെസിഫിക്കേഷൻ എന്ന് പറയും. ഞങ്ങൾ എഞ്ചിനീയറിംഗിനകത്ത് ഒരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്യുമ്പോൾ അതിന് വേണ്ടി സ്പെസിഫിക്കേഷൻ ഉണ്ടാവണം. ആ സ്പെസിഫിക്കേഷനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഡിസൈൻ മുഴുവൻ നടക്കുന്നത്. ഈ പ്രോജക്ട് ഡിസൈന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയ സ്പെസിഫിക്കേഷനകത്ത് ആദ്യം ചെയ്തത് ഈ കഥയുടെ സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരിക്കലും ഡാമല്ല. പേരിനകത്ത് ഡാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിനകത്തെ സെൻട്രൽ ക്യാരക്ടർ നമ്പർ 9. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഈ വേദിക് മാത്തമാറ്റിക്സിനെ കുറിച്ചുള്ള പല ആർട്ടിക്കിൾസ് വായിക്കുമ്പോൾ ലോകം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ, അതായത് ഇന്നുള്ള മോഡേൺ മാത്സിനേക്കാൾ എത്രയോ ഉയരങ്ങളിൽ നിൽക്കുന്ന ഇന്ത്യയുടെ കോൺട്രിബ്യൂഷനായ വേദിക് മാത്തമാറ്റിക്സ് എത്രമാത്രം സൈഡ് ലൈൻ ചെയ്തു പോയിരിക്കുന്നു. അതിനകത്ത് എത്രമാത്രം സിഗ്നിഫിക്കൻ്റ് ആയ നമ്പർ 9 എന്ന് പറയുന്ന, അതുകൊണ്ട് തന്നെയാണ് ആ നമ്പർ 9 അതിൽ നിന്നെടുത്തത്. എല്ലാം പിന്നെ ആ 9 ബേസ് ചെയ്ത് ചെയ്യണം. എന്റെ മനസ്സിൽ കുറെ കഥകളുണ്ടൊക്കെ. ആദ്യം ഡാമിനെ കുറിച്ചൊരു തീമായിരിക്കണം, അത് മുല്ലപ്പെരിയാറിനെ കുറിച്ചൊരു ആർട്ടിക്കിൾ വായിച്ചു, അവിടുന്ന് തുടങ്ങി ബാങ്ക്യാവോയിൽ ചെല്ലുന്നു. അങ്ങനെ ലോകത്തിൽ ഇതുപോലെ 4000-ലേറെ ഡാമുകൾ അന്നുണ്ടായിരുന്നു കാലപ്പഴക്കം ചെന്നത്. ഇപ്പോൾ അത് 5000-ലേറെയായി. അത് 2020-ൽ 40,000-ലേറെയാവും. അപ്പോൾ ഡാമിനെ കുറിച്ച് വേണം എന്ന് തീരുമാനിച്ചു. പക്ഷേ അതേ സമയത്ത് എന്നെ ഈ 9 എന്ന് പറയുന്ന സംഖ്യ ഇങ്ങനെ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ചിത്രത്തിനെ എങ്ങനെ 9 ആംഗിളിൽ കാണാം എന്നുള്ള ഒരു ചിന്തയിലേക്ക് പോയത്. അപ്പോൾ എനിക്ക് എന്റെ മനസ്സിനെ സ്പർശിച്ചിട്ടുള്ള, ഞാൻ പലപ്പോഴും പ്രതികരിക്കുവാൻ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളെയും ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്തു. അതിനകത്തു നിന്ന് എടുത്തിട്ടുള്ളതാണ്. പലപ്പോഴും ഞാൻ ചെയ്യുന്നതിൽ വ്യത്യസ്തത വരുത്തണമെങ്കിൽ എല്ലാവരും പോകുന്ന വഴിയിലൂടെ പോകരുത്, ഒരു പുതിയ വഴി വെട്ടിത്തെളിക്കുക. ആ കൺവെൻഷണൽ വേ ഓഫ് ഫിലിം മേക്കിംഗിൽ നിന്ന് മാറി ആരും പോകാത്ത ഒരു വഴിയിലൂടെ മറ്റുള്ളവർക്ക് ഒരു മാർഗദർശിയായി മാറുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് മറ്റൊരു ടാർഗറ്റ് സെറ്റ് ചെയ്തത്. ഇന്ന് വരെ ലോകം കണ്ടിട്ടുള്ളതിലെ ഏറ്റവും വലിയ ഫിലിം മേക്കിംഗ് കൺട്രിയാണ് ഇന്ത്യ. അമേരിക്കയിൽ നിർമ്മിക്കുന്ന ചിത്രങ്ങളെക്കാളും എത്രയോ കൂടുതൽ ചിത്രങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നു. അമേരിക്കയിലും കാനഡയിലും മറ്റും സിനിമകളിലേക്ക് പോകുന്ന നമ്പർ ഓഫ് തിയേറ്റർ എൻട്രീസിന്റെ ഡബിളാണ് ഇന്ത്യയിലുള്ളത്. ഏതാണ്ട് 3 ബില്യണോളം വരും. അപ്പോൾ ഇത്രയധികം സിനിമ രക്തത്തിൽ അലിഞ്ഞു നിറഞ്ഞിട്ടുള്ള ഒരു സമൂഹമാണ്. അപ്പോൾ പക്ഷേ നമ്മൾ ഇത്രയധികം ചിത്രങ്ങൾ നിർമ്മിച്ചിട്ടും എന്തുകൊണ്ട് നമ്മളുടെ ഒരു ചിത്രം, എല്ലാവരും വിചാരിക്കും ഓസ്കാർ ആണ് ഏറ്റവും അൾട്ടിമേറ്റ് എന്ന്. അത് ഒരു കലാപരമായിട്ടൊരു വിഷയം ഒരിക്കലും ആയിരിക്കത്തില്ല. പക്ഷേ നമ്മുടെ ഒരു കൊമേഴ്ഷ്യൽ സിനിമയുടെ പാത്തിൽ അതെപ്പോഴും ഓസ്കാർ ഏറ്റവും വലിയ കൊടുമുടി തന്നെയാണ്. പക്ഷെ ആ കൊടുമുടിയുടെ മുകളിൽ എന്തുകൊണ്ട് ഇതുവരെ നമ്മൾ മെയിൻ സ്ട്രീമിൽ പോയിട്ടില്ല? നമ്മളൊരു ഫോറിൻ ലാംഗ്വേജ് കാറ്റഗറി എന്നുള്ള ഒരു റിസർവേഷൻ കാറ്റഗറിയിലൂടെ മാത്രം പോകുന്നു. അതേസമയം മുഖ്യധാരയിൽ പോയി എന്തുകൊണ്ട് ഇവരുമായി കൊമ്പ് കോർക്കാൻ നാം ശ്രമിക്കാറില്ല എന്ന് ഉള്ളൊരു തിങ്കിങ്. അങ്ങനെയുള്ള ആ ഒരു അന്വേഷണമാണ്. അതുകൊണ്ട് തന്നെ ആദ്യം എഴുതിയത് ഇത് ഓസ്കാറിൽ ക്വാളിഫൈ ചെയ്യിക്കണം, ഇതൊരു വഴികാട്ടിയായിട്ട് മറ്റുള്ളവർക്ക് മാറണം. ഇനി രണ്ടാമത്തത്, ഇത് ഒരു വെറും ഇംഗ്ലീഷ് ചിത്രമായിരിക്കരുത്. വെറും ഒരു ഇംഗ്ലീഷ് ചിത്രമായാൽ ഇതൊരു വെറും ഇൻഡിപെൻഡന്റ് മൂവിയായിട്ട് മാറും. ഇത് ഒരു ഹോളിവുഡ് ചിത്രമായി തന്നെ സ്റ്റാമ്പ് ചെയ്യപ്പെടണം. ഒരു ഹോളിവുഡ് സിനിമയായി സ്റ്റാമ്പ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ മേജർ ഫിലിം സ്റ്റുഡിയോസ് ആയിട്ടുള്ള ഈ 6 സ്റ്റുഡിയോസ്, അവരുടെ ഒരു അസോസിയേഷൻ ഉണ്ട്, മോഷൻ പിക്ചർ അസോസിയേഷൻ. അതിനകത്തുള്ള മെമ്പേഴ്സ് ആരെങ്കിലും ഇത് നിർമ്മിക്കണം, അല്ലെങ്കിൽ അവർ ചിത്രം ഡിസ്ട്രിബ്യൂഷൻ എടുക്കണം. പക്ഷെ അതുപോലൊരു മേജർ സ്റ്റുഡിയോ ഡിസ്ട്രിബ്യൂഷൻ എടുക്കണമെങ്കിൽ അവരുടെ ഒരു മേക്കിംഗ് പാറ്റേൺ ഉണ്ട്. അതെങ്ങനെയാണെന്ന് പഠിക്കണം. അത് പഠിപ്പിച്ച് തരുവാനായിട്ട് ഇന്ന് ഇന്ത്യയിൽ ആരുമില്ല പറഞ്ഞു തരാൻ. അപ്പോൾ അത് കണ്ടെത്തി പഠിക്കുക എന്നുള്ളത് ഒരു വലിയ പ്രോസസ്സ്. അത് മേജർ സ്റ്റുഡിയോസ് ഒരിക്കലും അവരുടെ മേക്കിംഗ് സ്റ്റൈൽ ഒന്നും പുറത്തേക്ക് വിടത്തില്ല. അപ്പോൾ ഒരുപാട് പുസ്തകങ്ങളിലൂടെ കടന്നു പോയി അതിൽ വർക്ക് ചെയ്തേക്കുന്ന പലരും എഴുതിയേക്കുന്ന പുസ്തകങ്ങളിലൂടെ അവരുടെ അനുഭവങ്ങളിലൂടെയാണ് എങ്ങനെയാണ് ഒരു മേജർ സ്റ്റുഡിയോ ഒരു കോർപ്പറേറ്റ് ലെവലിൽ ഒരു മൂവി ചെയ്യുന്നത്. കാര്യം അതിന്റെ മേക്കിംഗ് ടോട്ടലി ഡിഫറെന്റ് ആണ്. ഇപ്പം നമ്മൾ ഇവിടെ ഒരു കഥ എഴുതി കഴിഞ്ഞാൽ പിറ്റേന്ന് നമുക്ക് ഷൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ സെറ്റിലിരുന്ന് തന്നെ കഥ എഴുതി ഷൂട്ട് ചെയ്യാം. ഞാനൊരു എക്സാമ്പിളായിട്ട് പറയുകയാണ്. പക്ഷെ ഒരു ഹോളിവുഡ് സിനിമയിലേക്ക് നിങ്ങളൊരു കഥ ചെയ്യുമ്പോൾ അതിന്റെ തുടക്കം തൊട്ടുള്ള രജിസ്ട്രേഷൻ മുതലുള്ള പ്രോസസ്സ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. നിങ്ങളൊരു കഥ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ നോർമൽ പ്രോസസ്സ് അനുസരിച്ചിട്ട് ഒരു മേജർ സ്റ്റുഡിയോ പ്രോസസ്സ് അനുസരിച്ചിട്ട് പിന്നീട് പോകുന്നത് അതൊരു സ്ക്രിപ്റ്റ് ഡോക്ടറുടെ അടുത്തേക്കാണ്. പുള്ളിയിൽ നിന്ന് ഒക്കെ കിട്ടി കഴിയുമ്പോഴാണ് ഇത് ഒരു സ്ക്രിപ്റ്റ് ക്ലിയറൻസ് ഏജൻസിയിലേക്ക് പോവുകയാണ്. ഈ ക്ലിയറൻസ് ഏജൻസിയുടെ കയ്യിൽ നിന്നും ഒരുപാട് റെക്കമെൻഡേഷൻ, 100 കണക്കിന് റെക്കമെൻഡേഷൻസ് ആണ് പിന്നെ വരുന്നത്. അതിനകത്തുള്ള ഓരോ ഷോട്ടിലും ഇന്ന ക്ലിയറൻസ് വേണം. നമുക്ക് ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റാത്തുള്ള റെക്കമെൻഡേഷൻസ് ആയിരിക്കും അവിടെ വരുന്നത്. ഈ ക്ലിയറൻസ് മുഴുവൻ അനുസരിച്ച് ഫോളോ ചെയ്താൽ മാത്രമേ
ഒടുവിൽ എറേഴ്സ് ആൻഡ് ഒമിഷൻ ഇൻഷുറൻസ് എന്ന് പറയുന്ന കാര്യം കിട്ടത്തുള്ളൂ. ഈ ഇത്രയും പ്രോസസ്സിലൂടെ കടന്നുപോയാൽ മാത്രമേ ഈ ക്ലിയറൻസ് ഇല്ലാത്ത ഒരു ചിത്രം ഒരിക്കലും മേജർ സ്റ്റുഡിയോസ് ഏറ്റെടുക്കാൻ ധൈര്യപ്പെടത്തില്ല. എസ്പെഷ്യലി അമേരിക്കയിലുള്ള 95% തിയേറ്റേഴ്സ് അവരുടെ കയ്യിലാണ്. കാര്യം അവർ ഇത്രയും വലിയൊരു കോർപ്പറേറ്റ് ലെവലിലുള്ള കമ്പനിക്കെതിരെ ആർക്കും ക്ലെയിമിന് പോകാം, ലക്ഷക്കണക്കിന് ഡോളേഴ്സിനുള്ള ക്ലെയിമിന് പോകാം. അവർക്കൊരിക്കലും അങ്ങനെ ഒരു ക്ലെയിമിനെ ഫേസ് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഈ എറേഴ്സ് ആൻഡ് ഒമിഷൻ ഇൻഷുറൻസ് വേണ്ടി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് നമ്മൾ പലപ്പോഴും വിചാരിക്കും മേജർ സ്റ്റുഡിയോസിന്റെ ചിത്രങ്ങൾക്ക് എന്തുകൊണ്ടാണ് 100 മില്യനും 150 മില്യനും 500 മില്യനും ഒക്കെ ആവുന്നത്. അവതാരണൊക്കെ 1.5 ബില്യനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര കോസ്റ്റ് കൂടുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രോസസ്സിലൂടെ പോകുന്നതുകൊണ്ടാണ്. അതിൻ്റെതായ എക്സ്പെൻസ് അതിനോടൊപ്പം വരും. പക്ഷേ ഇതേപോലൊരു ചിത്രം നമ്മൾ ഇന്ത്യയിൽ എന്തുകൊണ്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അടുത്ത് ഞാൻ നോക്കിയത്. ഇതെനിക്ക് വേണമെങ്കിൽ ഹോളിവുഡിൽ പോയി ചെയ്യാം, അവിടുത്തെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ചെയ്യാം. പക്ഷെ അതുകൊണ്ട് വളരുന്നത് നമ്മളല്ല, ഹോളിവുഡ് മാത്രമേ വളരത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇന്ത്യയിൽ വെച്ച് ഒരു മെയ്ഡ് ഇൻ ഇന്ത്യ ചിത്രം എന്നുള്ള ഒരു സ്റ്റാമ്പോട് കൂടി ഈ ചിത്രം പുറത്തെടുക്കണം എന്നുള്ള വ്യക്തമായ ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ത്യയിലെ ഏറ്റവും കഴിവുള്ള 16 നാഷണൽ അവാർഡ് വിന്നേഴ്സിനെ ലൈനപ്പ് ചെയ്ത് ഈ പ്രോജക്റ്റ് പ്ലാൻ ചെയ്തത്. അതോടൊപ്പം തന്നെ ഞങ്ങൾ തുടക്കത്തിലേ പറഞ്ഞു ഇത് സ്ലം ഡോഗ് മില്യണറുള്ള ഒരു മറുപടിയാണ്. സ്ലം ഡോഗ് മില്യണർ ഇന്ത്യയിലേക്ക് 2-3 ഓസ്കാർസ് കൊണ്ടുവന്നിട്ടുണ്ടാകാം. അത് നമ്മൾ സായിപ്പിന്റെ തണലിൽ നിന്ന് വാങ്ങിയ ഓസ്കാറാണ്. പക്ഷേ സ്ലം ഡോഗ് മില്യണർ നമ്മൾക്ക് സംഭാവന തന്നതെന്താണ്? ഇന്ന് ലോകം മുഴുവൻ ഇന്ത്യയെ കാണുന്നത് എ ലാൻഡ് ഓഫ് സ്ലംസ് എന്നുള്ള രീതിയിലാണ്. നമ്മൾ അങ്ങനെയല്ല. നമ്മൾക്ക് നമ്മുടേതായ ഒരു റിച്ച്നെസ് ഉണ്ട്. നമ്മുടെ കൾച്ചർ മറ്റുള്ളവരെക്കാൾ എത്രയോ ഉയരങ്ങളിലാണ്. നമ്മുടെ കുടുംബ ബന്ധങ്ങൾ എത്രയോ ഉയരങ്ങളിലാണ്. നമ്മളുടെ സംഗീതം എത്രയോ ഉയരത്തിലാണ്. നമ്മുടെ അസ്ട്രോളജി, ആയുർവേദം ഏതെടുത്തു കഴിഞ്ഞാലും ഒരു ലാൻഡ് ഓഫ് സ്ലംസിൽ നിന്നുള്ള കാര്യമല്ല. പിന്നെ സ്ലം മാത്രമല്ല ഇന്ത്യയിലുള്ളത്, എത്രയോ മനോഹരമായിട്ടുള്ള ലാൻഡ്സ്കേപ്പ് നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ റിച്ച്നെസ് ഈ ചിത്രത്തിലൂടെ കാണിക്കണം എന്നുള്ള മറ്റൊരു ലക്ഷ്യം. അങ്ങനെ ഈ ലക്ഷ്യങ്ങളെല്ലാം എഴുതി വന്നപ്പോൾ അതും 9 ലക്ഷ്യങ്ങളിലേക്ക് എത്തി. ഡാം 999 ലക്ഷ്യത്തിലെത്തിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എഴുതിയ ഈ 9 ലക്ഷ്യത്തിലും അതെത്തി. ലക്ഷ്യത്തിലെത്താതെ പോയത് ഇന്നിപ്പോൾ ഈ കേരളത്തിലും ഉണ്ടായ ഡിസ്ട്രിബ്യൂഷൻ ഇഷ്യൂയും തമിഴ്നാട്ടിലെ ബാനും ഇതെല്ലാം കൂടെ നാഷണൽ ബാന് വേണ്ടി ശ്രമിച്ചത് മൂലം ഞങ്ങൾക്ക് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ചിത്രം ഇന്ത്യയിൽ മൊത്തം ഡിസ്ട്രിബ്യൂഷൻ നിർത്തിവെക്കേണ്ടി വന്നു. ഇനിയിപ്പോൾ ഒരു ഓസ്കാർ നോമിനേഷൻ വരികയാണെങ്കിൽ ഒരു റീലോഞ്ച് ചെയ്യാം എന്നുള്ളൊരു പ്ലാനിലൂടെയാണ്. പക്ഷേ ഞങ്ങൾ ഓൾറെഡി CD ഇത് പുറത്തേക്ക് ഇറക്കി. ജനങ്ങൾ കാണട്ടെ, ജനങ്ങൾ കാണണം. പക്ഷെ ഞങ്ങൾക്ക് ഇത് ആദ്യമേ ചെയ്തപ്പോൾ തന്നെ തീരുമാനിച്ചു ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിൽ ഈ ചിത്രം പുറത്തു വരിക. 1 മിനിറ്റ് വാട്ടർ ഗ്രാഫിക്സ് എന്ന് പറയുന്ന കാര്യം ഹോളിവുഡുകാർ മാത്രം ചെയ്തുകൊണ്ടിരുന്ന വാട്ടർ ഗ്രാഫിക്സ് നമ്മളുടെ ഇന്ത്യക്കാരെ കൊണ്ട് ചെയ്ത് 1 മിനിറ്റ് നമ്മൾ വാട്ടർ ഗ്രാഫിക്സ് ചെയ്ത് കാണിച്ചാൽ അതിനർത്ഥം നാളെ 2012 പോലെ വേണമെങ്കിൽ നമുക്ക് 100 മിനിറ്റ് വാട്ടർ ഗ്രാഫിക്സ് കാണിക്കാം. ഈ ചിത്രം കണ്ടു കഴിഞ്ഞാൽ കാണാം അവസാനം ക്ലൈമാക്സ് അരമണിക്കൂർ മാത്രമേ ഉള്ളൂ ക്ലൈമാക്സ്. അതിൽ തന്നെ ഡാം പൊട്ടുന്നതെല്ലാം കൂടെ 5 മിനിറ്റേ ഉള്ളൂ. ഇതിന്റെ ഡിസാസ്റ്റർ സീക്വൻസ് അല്ല വാട്ടർ ഗ്രാഫിക്സ് 2-2.5 മിനിറ്റേ ഉള്ളൂ വാട്ടർ ഗ്രാഫിക്സ്. പക്ഷെ ആ 2.5 മിനിറ്റ് ഇന്ത്യക്കാർക്ക് വാട്ടർ ഗ്രാഫിക്സ് ചെയ്ത് കാണിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നാളെ നമുക്ക് ധൈര്യമായിട്ട് ഒരു ഹോളിവുഡിന്റെ ഒരു സ്റ്റുഡിയോ ബേസ്ഡ് ബഡ്ജറ്റുമായി വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഹോളിവുഡ് സ്റ്റുഡിയോസ് ചെയ്യുന്നതിന്റെ പകുതി തുകയ്ക്ക് വേണമെങ്കിൽ അതിലും മനോഹരമായിട്ട് ഇവിടെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിലും ഞങ്ങൾ ആ ലക്ഷ്യത്തിലെത്തി. പിന്നെ ഏറ്റവും മറ്റൊരു ലക്ഷ്യമായിരുന്നു ഇതിനെ 3D. നിങ്ങൾ പലപ്പോഴും വിചാരിക്കും എന്താണ് ഈ ചിത്രത്തിന്റെ 3Dയുടെ പ്രത്യേകത എന്ന്. ഇന്ന് വരെ ആരും പരീക്ഷിക്കാത്ത ഒരു 3Dയുടെ സങ്കല്പമാണ് ഈ ചിത്രത്തിലൂടെ ചെയ്തിരിക്കുന്നത്. നമ്മളെല്ലാം 3D ചിത്രങ്ങൾ കാണാൻ പോകാറുണ്ട്, അതൊക്കെ സ്റ്റീരിയോസ്കോപ്പിക് ക്യാമറയിൽ എടുത്തേക്കുന്നതാണ്. പക്ഷേ നല്ലൊരു ശതമാനം ആൾക്കാർക്കും തിയേറ്ററിൽ പോകുന്നവർക്ക് നമ്മളാരും ഇതിൽ കണ്ട് എൻജോയ് ചെയ്തവർക്ക് മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് അറിഞ്ഞു എന്ന് വരില്ല. 3D ചിത്രങ്ങളുടെ ഏറ്റവും വലിയ പ്രോബ്ലമാണ് കുറച്ച് കഴിയുമ്പോൾ തലവേദന ഉണ്ടാകുക എന്നുള്ളൊരു ഇഷ്യൂ. കാര്യം ഇത് 2 കണ്ണുകൾ തമ്മിലുള്ള ഒരു സിങ്ക്രണൈസേഷൻ വരുന്ന ഒരു ക്രിയേറ്റ് ചെയ്യുന്ന 2 പോളറൈസേഷൻ വരുന്ന പിക്ചേഴ്സ് തമ്മിൽ കാണുകയാണ്. ഈ തലവേദന ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ കണ്ണട ഊരി മാറ്റിയാൽ ഒന്നെങ്കിൽ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നെങ്കിൽ തലവേദന നിങ്ങൾ സഹിച്ചുകൊണ്ട് ആ ചിത്രം മുഴുവൻ കാണുക, നിങ്ങൾ കഥയിൽ മാറി തലവേദനയിലായിരിക്കും നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഇറങ്ങിപ്പോകുക. കാര്യം ഇത് കണ്ണട മാറ്റി കഴിഞ്ഞാൽ പിന്നെ ആ ചിത്രം കാണാൻ പറ്റത്തില്ല. 2 ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്ന ചിത്രങ്ങളാണ്. അതാണ് 3D ചിത്രങ്ങളുടെ ഏറ്റവും വലിയ പ്രോബ്ലം. അതേസമയം ഞങ്ങൾ ഈ ചിത്രത്തിൽ സ്റ്റീരിയോസ്കോപ്പിക് ക്യാമറ അല്ല ഉപയോഗിച്ചിരിക്കുന്നത്. 2Dയിൽ
ഈ ചിത്രം എടുക്കുകയും അതിനെ ഡിജിറ്റലി 3D ആയിട്ട് കൺവേർട്ട് ചെയ്യുകയായിരുന്നു. അത് ആദ്യം ഞങ്ങൾ കൊറിയയിൽ ചെയ്യാനായിരുന്നു ഇരുന്നത്. അവസാനം ഇത്രയും ചെയ്തിട്ട് അത് മാത്രം കൊറിയയിൽ ചെയ്ത് എന്തിന് ആ മെയ്ഡ് ഇൻ ഇന്ത്യ സ്റ്റാമ്പ് നമ്മൾ നഷ്ടപ്പെടുത്തണം? 2D മാത്രം മെയ്ഡ് ഇൻ ഇന്ത്യ, 3D മെയ്ഡ് ഇൻ കൊറിയ എന്ന് പറയുന്നതിന്റെ അവസ്ഥ വരരുത് എന്ന് കരുതിക്കൊണ്ട് അതും ഇന്ത്യ ഒരു പരീക്ഷണമായിരുന്നു, ഇന്ത്യയെ കൊണ്ട് ചെയ്യിച്ചു. പക്ഷെ അതിലൊരു പ്രത്യേകത വരുത്തിയത് കണ്ണട ഊരിയാലും, ഞങ്ങളുടെ റിക്വയർമെന്റ് ഇതായിരുന്നു, കണ്ണട ഊരിയാലും ഇത് ആ വ്യക്തിക്ക് 2Dയിൽ അപ്പോൾ കാണണം. ഇതായിരുന്നു റിക്വയർമെന്റ്. അതിനുവേണ്ടി ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്സിലേക്ക് വന്നിട്ട് ഇത് കണ്ണട വെച്ചാൽ 3D ആയും, കണ്ണട എപ്പോൾ തലവേദന നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു ആ കണ്ണട ഊരി മാറ്റിക്കോളൂ, നിങ്ങൾക്ക് 2D ആയിട്ട് ഫീൽ ചെയ്യും. പിന്നെ ഇതിനകത്ത് അങ്ങനെ 3D എലിമെന്റ്സ് ഒരുപാട് വരേണ്ട ഒരു ചിത്രമല്ലിത്, എങ്കിലും ഒരു പരീക്ഷണം. ഇത് നാളെ പലർക്കും ഫോളോ ചെയ്യാവുന്ന സാധനമാണ്. ഈവൻ അവതാർ എന്ന് പറയുന്ന ചിത്രത്തിൽ പോലും ഈ 2D 3D കൺവെൻഷൻ പലപ്പോഴും യൂസ് ചെയ്തിട്ടുണ്ട്. അത് വളരെ മനോഹരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇതേപോലുള്ള ചിത്രങ്ങളിൽ 2D 3D കൺവെൻഷൻ. പക്ഷെ അത് ഇന്ത്യക്കാർക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത വഴി ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്ന ഒരു കാര്യമാണ് 2D 3D കൺവെൻഷൻ. ഇന്നിപ്പോൾ ഒരുപാട് ക്ലാസിക് മൂവീസ് 3Dയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോകുന്ന ഒരു പ്രോസസ്സിലാണ്. ടൈറ്റാനിക് ഓൾറെഡി കൺവെൻഷൻ തുടങ്ങിക്കഴിഞ്ഞു. ഇത് ഈ സിനിമയുടെ കൺവെൻഷൻ നടത്തിയ, ഇതിന്റെ പിന്നിൽ വർക്ക് ചെയ്ത പലരും ഇന്ന് ടൈറ്റാനിക്കിന്റെ കൺവെൻഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഷോലെ എന്ന് പറഞ്ഞ ചിത്രം സെയിം കമ്പനി ഇപ്പോൾ കൺവെൻഷൻ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ആയിരക്കണക്കിന് 10,000-കണക്കിന് പേർക്ക് തൊഴിലവസരങ്ങൾ കിട്ടുന്ന ഒരു വേദിയായി മാറുകയാണ് ഈ ഒരു ചിത്രം നമ്മൾ ഇന്ത്യയിൽ ചെയ്തതോടുകൂടി. അങ്ങനെ ഡാം ട്രിപ്പിളിലൂടെ ഏതൊക്കെ രീതിയിൽ ഞങ്ങൾ ഒരു ലക്ഷ്യമിട്ടോ ആ രീതിയിൽ ഞാൻ 100% ഹാപ്പിയാണ്, അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ തടസ്സങ്ങൾ, അത് ഇതിന്റെ തുടക്കം തൊട്ടേ ഇതിനെ ഫോളോ ചെയ്തിരുന്ന പ്രശ്നങ്ങളായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തിലകഞ്ചേട്ടനിൽ നിന്ന് തുടങ്ങി പിന്നീട് 100 പ്രശ്നങ്ങൾ ഇതിന്റെ പുറകെ വന്നിരുന്നു. പക്ഷേ ഏതോ ഒരു ശക്തി ഞങ്ങളുടെ പുറകിലുണ്ടായിരുന്നു. അത് ഈ പ്രോജക്റ്റിനെ ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. ഒരു പക്ഷേ ഈ ചിത്രത്തിനെതിരെ തമിഴ്നാട് ഉയർത്തിയ ഈ ഒരു പ്രോബ്ലം മറ്റൊന്നും കൊണ്ടല്ല. ഈ ചിത്രത്തിന് മുൻപ് ഒരു ഡാംസ് ദ ലീതൽ വാട്ടർ ബോംബ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു ഡോക്യുമെന്ററി, അത് മുല്ലപ്പെരിയാറിനെ കുറിച്ച് മാത്രം ചെയ്തൊരു ഡോക്യുമെന്ററിയാണ്. ഇന്ന് അതിന് 23 ഇന്റർനാഷണൽ അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. ആ ഡോക്യുമെന്ററി ഒരു പക്ഷേ തമിഴ്നാടിന് പ്രകോപിപ്പിച്ചിട്ടുണ്ടാകാം. അവർക്കറിയാം ആ ഡോക്യുമെന്ററി നിരോധിച്ചുകൊണ്ട് അവർക്ക് വലിയ നേട്ടമില്ല. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ പ്രതികാര ബുദ്ധിയോടുകൂടിയാവാം, അല്ലെങ്കിൽ തെറ്റിദ്ധാരണ മൂലമാകാം. കാര്യം ഈ സിനിമ അവർ നിരോധിക്കുന്ന സമയത്ത് ഈ സിനിമ തമിഴ്നാട്ടിൽ റിലീസ് ചെയ്തിട്ടില്ല, അവരാരും ഇത് കണ്ടിട്ടുമില്ല. ഉള്ളി സെൻസർ ബോർഡ് മാത്രം കണ്ടിട്ടുണ്ട്. സെൻസർ ബോർഡിന് ഇതിന് ഒന്നും തോന്നിയില്ല. അതുകൊണ്ടാണ് അവർ സെൻസർ സർട്ടിഫിക്കറ്റ് തന്നത്. ഇന്ന് ഇന്ത്യയിലെ നിയമം അനുസരിച്ചിട്ട് സെൻസർ ബോർഡ് പാസ്സാക്കിയ ഒരു ചിത്രം നിരോധിക്കാൻ ഒരു സംസ്ഥാന ഗവൺമെന്റിനും അധികാരമില്ല. ഇത് തന്നെയാണ് ഞങ്ങൾ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തത്. സുപ്രീം കോടതി ഏറ്റവും ശക്തമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷനേ ഉള്ളൂ, മറ്റൊരു കോൺസ്റ്റിറ്റ്യൂഷൻ തമിഴ്നാട് ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ട. അതായത് പറഞ്ഞാൽ അങ്ങോട്ട് ഫോളോ ചെയ്യുക, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോളോ ചെയ്യുക എന്നുള്ളത് ആണ് ഏറ്റവും മനോഹരമായിട്ട് സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിപ്പോൾ ഫെബ്രുവരി 4-ാം തീയതിയിലേക്ക് അതിന്റെ ഫൈനൽ വിധിക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജുഡീഷ്യറി ഇന്നും നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് കറക്റ്റ് ആണെങ്കിൽ, നമ്മൾക്ക് മുല്ലപ്പെരിയാർ കേസിനകത്ത് സംഭവിച്ചതും അതാണ്. ഒരു കോടതിക്കും ഇൻപുട്ട് കറക്റ്റ് ആവാതെ ഔട്ട്പുട്ട് കറക്റ്റ് തരാൻ പറ്റില്ല. കോടതിയുടെ മുന്നിൽ എങ്ങനെ നമ്മൾ പ്രസന്റ് ചെയ്യുന്നു, അഡ്വക്കേറ്റ് നല്ലതായിട്ട് മാത്രം കാര്യമില്ല. അഡ്വക്കേറ്റ് കൊടുക്കുന്ന കോടതിയുടെ മുന്നിൽ വെക്കുന്ന ഇൻപുട്ട് ആത്മാർത്ഥമായിട്ട് നന്നായി പ്രിപ്പയർ ചെയ്ത് നമ്മൾക്ക് ചലഞ്ച് ചെയ്യാൻ വളരെ വ്യക്തമായിട്ടുള്ള തെളിവുകളുണ്ട്. പക്ഷേ അതൊന്നും അവതരിപ്പിക്കേണ്ട രീതിയിൽ അവതരിപ്പിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഇത് സംഭവിക്കുന്നത്. ഇപ്പോൾ ഇന്ന് തമിഴ്നാട്ടിലെ ചാനലുകൾ വഴിതെറ്റിക്കുവാൻ വേണ്ടി പല തെറ്റായ വാർത്തകൾ കൊടുക്കുന്നു. തീർച്ചയായിട്ടും ആരെങ്കിലും ഇനിഷ്യേറ്റീവ് എടുത്ത് നാളെ കോടതിയുടെ മുന്നിൽ ഇവർ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ ആ ചാനലാകട്ടെ പത്രമാകട്ടെ ഇതെല്ലാം നിയമപരമായിട്ട് പിറ്റേന്ന് പൂട്ടിക്കെട്ടേണ്ടി വരും. മാത്രവുമല്ല നഷ്ടപരിഹാരം നൽകേണ്ടി വരും. അതിനെല്ലാം ഓപ്ഷൻസ് ഉണ്ട്. ഇതിനൊന്നും പലരും ശ്രമിക്കാത്തതുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മളുടെ രാഷ്ട്രീയ മേഖലയിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇതിലെങ്കിലും നമ്മൾ പ്രതികരിക്കണം. നമ്മൾ ഏറ്റവും മാന്യമായി നമുക്ക് ചെയ്യാവുന്നതാണ്. ജുഡീഷ്യറിയിലൂടെ സമാധാനപരമായിട്ട് നമ്മൾ ഒരിക്കലും അക്രമാസക്തത കാണിച്ചിട്ടില്ല. നമ്മുടെ കൾച്ചർ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഏറ്റവും മാന്യമായി നാം പ്രതികരിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഈ തെറ്റായ വാർത്തകൾ കൊടുക്കുന്നവർക്കെതിരെ ഏറ്റവും മാന്യമായ രീതിയിൽ ഈ ജുഡീഷ്യറിയുടെ സഹായത്തോടു കൂടി ചെയ്യാൻ ശ്രമിക്കുക. കാര്യം ഞാനിത് നേരിട്ട് ഇവരുടെയും പ്രതികാരം ബുദ്ധി കണ്ടറിഞ്ഞിട്ടുള്ളതാണ്. തമിഴ്നാട്ടില് ഇതിന്റെ റിലീസിന് 2 ദിവസത്തിന് മുമ്പ് ഇതിന്റെ ഒരു പ്രസ് കോൺഫറൻസിന് വേണ്ടി ഞാൻ അവിടെ ചെല്ലുമ്പോൾ എന്റെ ഫ്ലൈറ്റ് ചെല്ലാൻ വൈകിയതിന്റെ പേരിൽ മാത്രം രക്ഷപ്പെട്ടതാണ്.
5 മിനിറ്റ് ഞാനിവിടെ എത്തുന്ന 5 മിനിറ്റിന് മുമ്പ് ഈ ശ്രീ വൈക്കോയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ കൂട്ടാളികളാണ് അവിടെ വന്നിട്ട് പ്രസാദ് EFX സ്റ്റുഡിയോയിൽ വെച്ചിട്ടായിരുന്നു പ്രസ് കോൺഫറൻസ്. അവിടെ മുഴുവൻ അടിച്ച് തകർക്കുകയും മറ്റേതോ ഒരു സിനിമയുടെ നെഗറ്റീവ് അടക്കം, ഈ ചിത്രത്തിന്റെ ഫിലിം റോളാണെന്ന് കരുതി ഏതോ സിനിമയുടെ നെഗറ്റീവ് അടക്കം നശിപ്പിക്കുകയായിരുന്നു. അതൊക്കെ യൂട്യൂബിൽ പോയാൽ നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ പിന്നീട് എനിക്ക് തമിഴ്നാട്ടിൽ പോകുമ്പോൾ പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി മാത്രമേ അവിടെ പോകാൻ സാധിച്ചുള്ളൂ. അത്ര ശക്തമായ രീതിയിലാണ് ഇവരുടെ പ്രതികരണം. ഒരുപക്ഷെ ഇനി എനിക്ക് ഇന്ന് ലൈഫിൽ ഒരിക്കലും ചെന്നൈയിലേക്ക് പോകാൻ പറ്റില്ല. അതേപോലുള്ള ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. പക്ഷേ ഈ ഒരു സമയത്ത് ഇങ്ങനൊരു ഇഷ്യൂ കണ്ടില്ലെന്ന് നടിക്കുന്ന പലരും, എസ്പെഷ്യലി സിനിമാ മേഖലയിലുള്ളവർ പ്രതികരിക്കാതിരിക്കുന്നത് വളരെ കഷ്ടമാണ്. കാര്യം ജനങ്ങളുള്ള നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ സിനിമാക്കാർ വന്നു കഴിഞ്ഞാൽ, മരണ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പോലും ശ്രദ്ധ മുഴുവൻ അവരിലേക്ക് പോകുമെന്ന് പറയും. പക്ഷേ ഇത്രയധികം ശ്രദ്ധ വരുന്ന ഇവരെ താരങ്ങളാക്കുന്നതെല്ലാം ജനങ്ങളാണ്. പക്ഷെ ജനങ്ങൾക്കൊരു പ്രശ്നം വരുന്ന സമയത്ത് ഇവരാരും പ്രതികരിക്കാതിരിക്കുന്നത്, നമ്മൾ മാത്രമേ പ്രതികരിക്കാതിരിക്കുന്നുള്ളൂ. അത് നമ്മളുടെ കൾച്ചറിന്റെ ഭാഗമാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. തമിഴ്നാട്ടിലുള്ള സിനിമാ താരങ്ങളെല്ലാം പ്രതികരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ഇവിടെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അല്ലെങ്കിൽ തന്നെ തമിഴ്നാട്ടിൽ മലയാള സിനിമകളൊക്കെ നിരോധിച്ചു വെച്ചിരിക്കുകയാണ്. ഇവിടെ തമിഴ് സിനിമകളൊക്കെ ഓടുന്നുണ്ട്. എനിക്ക് ഈ സമയത്ത് അഭ്യർത്ഥിക്കാനുള്ളത്, ഡോക്ടർ ബിജു ഇവിടെയുണ്ട്, സിനിമാ മേഖലയിലുള്ള സുഹൃത്തുക്കളെ കണ്ടു കഴിഞ്ഞാൽ പറയുക, തീർച്ചയായിട്ടും ഇതുവരെ പ്രതികരിക്കാതിരുന്നത് പോട്ടെ, ഇനിയെങ്കിലും പ്രതികരിക്കുക, ജനങ്ങളോടൊപ്പം ചേരുക. ഇല്ലെങ്കിൽ നാളെ ഇപ്പോൾ ജനങ്ങൾക്ക് വേണ്ട സമയത്ത് അവർ ജനങ്ങളെ കണ്ടില്ലെങ്കിൽ നാളെ ജനങ്ങൾ അവരുടെ സിനിമകൾ കാണാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചേർന്നേക്കാം. അതുണ്ടാവാതിരിക്കട്ടെ. എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമുണ്ടായ കാര്യം, ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇട്ടിട്ട് ഇപ്പൊ സൗണ്ട് ഡിസൈൻ 1500 മണിക്കൂറിലാണ് ഷജിത് കോയേരി ഇതിനുവേണ്ടി സൗണ്ട് ഡിസൈൻ നടത്തിയത്. ഞങ്ങൾ രണ്ടാമത്തെ ചിത്രമായ സെയിന്റ് ഡ്രാക്കുളയുടെ ഇത് സിംഗ് സൗണ്ട് ഫോറിനിൽ ചെയ്തതാണ്. പക്ഷെ അത് കണ്ടതിന് ശേഷം അതിന്റെ ആദ്യത്തെ പ്രദർശനം കഴിഞ്ഞപ്പോൾ എനിക്ക് അതിന്റെ സൗണ്ട് ഡിസൈൻ അത്ര ഇഷ്ടമായില്ല. ഞാനിപ്പോൾ അതിന്റെ സൗണ്ട് ഡിസൈൻ ഷജിത്തിനെ കൊണ്ട് വീണ്ടും ചെയ്യിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അത്ര മനോഹരമായിട്ട് ഷജിത്ത് ചെയ്ത സൗണ്ട് ഡിസൈൻ ചെയ്ത ആ ചിത്രം ഇവിടെ ആ ഒരു ഫീലോട് കാണിക്കാൻ പറ്റിയ തിയേറ്റേഴ്സ് ഇല്ല. അതാണ് ഉണ്ടായിരുന്ന തിയേറ്റേഴ്സ് ഇവർ ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു. അത് ഒരു വശത്ത്. 3D പ്രൊജക്ഷന് പറ്റിയ തിയേറ്റേഴ്സ് ഇവിടെ ഇല്ല. കാര്യം നമ്മൾ 4K റെസൊല്യൂഷനിൽ ചെയ്തേക്കുന്നത്, ആദ്യമായിട്ടാണ് 4Kയിൽ ഇവിടെ സ്കാൻ ചെയ്തിട്ട് ഒരു പിക്ചർ പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്യാൻ അത്ര കോസ്റ്റ് ഇൻവോൾവ് ആണ്, അത്ര ടൈം ഇൻവോൾവ് ആണ് 4Kയിൽ നമ്മൾ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ ഒരു മൂവിയുടെ ചെയ്യുമ്പോൾ. അത്രയും ക്വാളിറ്റിയിൽ അത് ഞാൻ ശരിക്കും എൻജോയ് ചെയ്തേക്കുന്നത് അമേരിക്കയിലെ തിയേറ്റേഴ്സിൽ കാണിച്ചപ്പോൾ മാത്രമാണ് ഇതിന്റെ ശരിക്കുള്ള ക്വാളിറ്റി കണ്ടത്. പക്ഷെ ഇവിടെ കാണുമ്പോഴേക്കും ഈ ചിത്രത്തിനെ ഒരു 30-1 50-1 ഒക്കെ അങ്ങനെ കംപ്രസ് ചെയ്തിട്ട് ആണ് ഇവിടുത്തെ കാര്യം. സാറ്റലൈറ്റ് വഴിയൊക്കെ വരുമ്പോഴത്തേക്ക് കംപ്രഷൻ റേഷ്യോ ഭയങ്കര കൂടുതലാണ്. നിങ്ങൾ കാണുന്ന ഈ തിയേറ്ററിൽ കാണുന്ന ചിത്രം അല്ല ആക്ച്വലി അതിന്റെ ഒറിജിനൽ സാധനം എന്ന് പറയുന്നത്. നല്ല തിയേറ്റേഴ്സ് നമുക്കില്ലാത്തതാണ് നമ്മളുടെ ഈ സിനിമാ രംഗത്തുള്ള ഇന്നത്തെ ഏറ്റവും വലിയ ഒരു പ്രോബ്ലം എന്ന് കൂടി ഞാൻ പറയുകയാണ്. നല്ല തിയേറ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ജനങ്ങൾ തിയേറ്റർ വിട്ട് ഇങ്ങനെ അകലുന്ന ഒരു അവസ്ഥ വരത്തില്ല. നമുക്ക് വേണ്ടത് എല്ലാ നഗരങ്ങളിലും എല്ലാ നഗരസഭകളും ഇനിഷ്യേറ്റീവ് എടുത്ത് സ്പോർട്സ് ഗ്രൗണ്ട് ഒക്കെ പണിയുന്നത് പോലെ തന്നെ നിർബന്ധമായിട്ടും മോസ്റ്റ് മോഡേൺ ഫെസിലിറ്റി, അതിന് വലിയ കോസ്റ്റ് കാര്യം ഇതിനകത്ത് കോസ്റ്റ് വരുന്നത് ലാൻഡിനാണ്. ഈ മൾട്ടിപ്ലക്സുകൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ലാൻഡിന്റെ ആവശ്യമില്ല. എക്സിസ്റ്റിംഗ് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിനുള്ളിൽ അതിന്റെ ഒരു സ്റ്റോറിയും കൂടെ വെച്ചിട്ട് പണിത് ചെയ്താൽ മതി. അതിന് എക്സ്ട്രാ സ്പേസിന്റെ ഒന്നും ആവശ്യമില്ല. അതിനുള്ളിൽ നല്ല സൗണ്ട് സിസ്റ്റത്തോടു കൂടി, നല്ല പ്രൊജക്ഷൻ സിസ്റ്റത്തോടു കൂടി തിയേറ്റേഴ്സ് എല്ലാ നഗരങ്ങളിലും വരട്ടെ. കാര്യം നമുക്ക് 1000 പേര് ഇരിക്കേണ്ട തിയേറ്റേഴ്സ് ഒന്നും വേണ്ട. മൾട്ടിപ്ലക്സ് കൾച്ചറിലേക്ക് നമ്മൾ പോകണം. അങ്ങനെ വരുമ്പോൾ ഒരിക്കലും ഈ എക്സിബിറ്റേഴ്സിനും പ്രോബ്ലം ഉണ്ടാകത്തില്ല. 40 പേരെ കയറുന്നുള്ളെങ്കിൽ അത് അവരെ സംബന്ധിച്ചിടത്തോളം ഹാപ്പി ആയിരിക്കും. കാര്യം റേറ്റ്സ് ഇത്തിരി കൂടുതലാണ്. തിയേറ്ററിൽ 100-150 പേരായിരിക്കും ചെറിയ തിയേറ്ററിലെ കപ്പാസിറ്റി. അതിൽ 40 പേര് കയറിയാലും എക്സിബിറ്റേഴ്സ് ഹാപ്പി ആയിരിക്കും. പിന്നെ മൾട്ടിപ്ലക്സ് കൾച്ചറിലേക്ക് പോകുമ്പോൾ ഇപ്പം ഞങ്ങൾ ഹോളിവുഡ് ചിത്രങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ എക്സിബിറ്റേഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെപ്പോഴും സിനിമയുടെ ലെങ്ത് ആണ് നോക്കുന്നത്. അവിടെയെല്ലാം ഒപ്റ്റിമൈസ് ചെയ്ത് 90 മിനിറ്റ്സ് ആണ് ഏറ്റവും ഒരു പ്രോഡക്റ്റിനെ ഇന്റർനാഷണലി മാർക്കറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ നല്ല ലെങ്ത്. ഞങ്ങളതിനെ 110 എന്നുള്ള ഒരു റിസ്ക് എടുത്തുകൊണ്ട് ഒരു ഷോ കുറയുകയാണ്. 110ലേക്ക് പോകുമ്പോഴത്തേക്ക് ഒരു മൾട്ടിപ്ലക്സിലെ ഒരു ഷോയുടെ എണ്ണം കുറയുകയാണ്. അപ്പോൾ അതിന്റെ മാർക്കറ്റിംഗ് പൊട്ടൻഷ്യലും അതിനനുസരിച്ച് കുറയുന്ന ഒരു അവസ്ഥയുണ്ട്. അല്ലെങ്കിൽ ഹോളിവുഡിൽ ഈവൻ മൂവീസ് അല്ലെങ്കിൽ എപ്പിക് മൂവീസ് ആയിട്ട് മാറുന്ന എല്ലാ ടൈറ്റാനിക് പോലെയുള്ള വലിയ വലിയ ചിത്രങ്ങൾക്ക് വേണ്ടി മാത്രമേ അവർ ലെങ്തിൽ കോംപ്രമൈസ് ചെയ്യാറുള്ളൂ. ഇതൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഫിലിം മേക്കിംഗ് യങ് ജനറേഷന് ഇന്റർനാഷണൽ ഫിലിം മേക്കിങ്ങിനെ കുറിച്ചുള്ള എന്തെങ്കിലും അറിവ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇപ്പോൾ ഒരുപാട് ടിപ്സ് ഉണ്ട്. അത് വെറും ഒരു അരമണിക്കൂറിൽ പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങളല്ല. തീർച്ചയായിട്ടും എനിക്ക് സമയമുള്ളപ്പോൾ എന്തെങ്കിലും വർക്ക്ഷോപ്പുകൾ നിങ്ങൾ അറേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കുക, വരാം, ഇതെല്ലാം പറഞ്ഞു തരാം. പ്രിയമുള്ള അധ്യക്ഷൻ ശ്രീ പല്ലിശ്ശേരി,
ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയങ്കരിയായ MLA ശ്രീമതി ഐഷ പോറ്റി, ചിറ്റയം ഗോപകുമാർ MLA തുടങ്ങി ഈ ചടങ്ങ് ധന്യമാക്കാൻ നമ്മുടെ ഈ വിലയേറെ വിലപ്പെട്ട സമയം വിനിയോഗിച്ച് നമ്മോട് ഒത്തുചേർന്ന സഹോദരൻ, അതുപോലെ ഡോക്ടർ ബിജു, അനിൽ അമ്പലക്കര തുടങ്ങി ഭരത്പൂരി കൾച്ചർ സെന്ററിന്റെ പ്രവർത്തകരായ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എന്റെ അഭിപ്രായം.